നമസ്കാരം പ്രിയപ്പെട്ടവരെ. ചേലക്കര പ്രസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നുകൊണ്ടുവരുന്ന സംവാദ സദസ്സ് തദ്ദേശം 2025 എന്ന ഈ പരിപാടിയുടെ ടോക്ക് ഷോയുടെ അടുത്തൊരു എപ്പിസോഡാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ എപ്പിസോഡിൽ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും പഞ്ചായത്തിലെ രാഷ്ട്രീയ കക്ഷികളെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളുമാണ് പങ്കെടുക്കുന്നത്. ആദ്യമായി നമുക്ക് ഇവിടെ പോഡിയത്തിലുള്ള പ്രതിനിധികളിലേക്ക് പോകാം. ആദ്യമായി UDF പ്രതിനിധിയിലേക്ക് പോകാം. കഴിഞ്ഞ 5 വർഷം ഇവിടെ ഭരണം നടത്തിയിരുന്ന UDF എന്തെല്ലാമാണ് നടത്തിയത്, എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയത് എന്ന് പറയാനുള്ള അവസരമാണ് ആദ്യം നിങ്ങൾക്ക് നൽകുന്നത്. ആദ്യം സ്വയം പരിചയപ്പെടുത്തിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങളെപ്പറ്റി പറയാവുന്നതാണ്. NDA പ്രതിനിധി ഈ യോഗത്തിലെത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ അവരെത്തിച്ചേർന്നിട്ടില്ല. അവരെത്തുന്ന മുറയ്ക്ക് നമ്മളവരെ ജോയിൻ ചെയ്യിപ്പിക്കുന്നതാണ്. സമയക്രമം പാലിക്കാൻ വേണ്ടി നമ്മൾ പരിപാടി ആരംഭിക്കുകയാണ്. ഞാൻ ശ്രീകുമാർ, പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു മെമ്പർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധിയുമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. 2020 UDFിൻ്റെ ഭരണസമിതി പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ഭരണത്തിൽ ഏറിയത്. ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ സമസ്ത മേഖലയിലും സമഗ്ര വികസനമാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടത്, നടപ്പിലാക്കിയതും അതുതന്നെയാണ്. കാർഷിക മേഖല, വിദ്യാഭ്യാസ മേഖല, മത്സ്യത്തൊഴിലാളി, അംഗൻവാടി മുതലായി എല്ലാ മേഖലകളിലും സാധാരണക്കാരുടെ എല്ലാ അനുഭവിക്കുന്ന വേദനകളിലുമൊക്കെ ശാശ്വത പരിഹാരമുണ്ടാക്കിയിട്ടാണ് ഈ 5 കൊല്ലം ഈ ഭരണസമിതി ഇന്ന് ഞങ്ങൾ ഈ ഇലക്ഷനെ നേരിടാൻ പോകുന്നത്. അതിന് LDFിൻ്റെ ആളുകൾക്ക് പോലും ഒരു വിഭിന്ന അഭിപ്രായം ഇല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ യാഥാർത്ഥ്യം. അതിൻ്റെ കാരണം, ഇപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രദേശത്ത് നിന്നാണ്. ഈ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ നമ്മൾക്കറിയാവുന്നതുപോലെ ഇവിടെ LDFിൻ്റെ ഭരണസമിതി ആയിരുന്നു ഇവിടെ നിലവിലുണ്ടായിരുന്നത്. ഏകദേശം അന്ന് പ്രതിപക്ഷത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിലുണ്ടായിരുന്ന UDFിൻ്റെ അംഗങ്ങൾക്ക് നിലവിൽ 62ഓളം സമരങ്ങൾ ഈ പഞ്ചായത്തിനെതിരെ നടത്തേണ്ടി വന്നു എന്നത് ദൗർഭാഗ്യകരമായ അല്ലെങ്കിൽ ഭരണപരാജയത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ഇതുവരെ 5 വർഷമായിട്ടും ഈ LDFിൻ്റെ ആളുകൾക്ക് ഒരു സമരം പോലും നടത്താൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകളൊക്കെ മനസ്സിലാക്കേണ്ടത്, ഈ ഭരണം നല്ലതായിരുന്നു എന്ന് പറയാതെ പറയുകയായിരുന്നു ഈ LDF എന്നതാണ് സത്യം. അതിൽ നിന്ന് തന്നെ നമ്മൾക്കറിയാം ഈ UDFിൻ്റെ ഭരണം നല്ല ഭരണമായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾക്കറിയാം. ഇന്ന് ഞാൻ സഞ്ചരിച്ച് വരുന്നത് എളനാടിൻ്റെ കുഗ്രാമത്തിലുള്ള ഒരു പ്രദേശത്ത് നിന്നാണ്. എൻ്റെ വാർഡിലൊക്കെ തന്നെ 2,48,00,000 രൂപ, നിങ്ങൾ അതിശയിച്ചു പോകണ്ട, പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും കിട്ടിയ സമ്പത്ത് മാത്രം ഉപയോഗിച്ച് വികസനം നടത്തിയ ഒരു മെമ്പർ എന്ന യാഥാർത്ഥ്യം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നല്ല ഒരു ഇതായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം അത്രമാത്രം വികസനങ്ങൾ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയോ ജില്ലാ പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പോലും ഒരു സപ്പോർട്ടുമില്ലാതെ അല്ലെങ്കിൽ 10 പൈസ വിഹിതം വയ്ക്കാതെ ഒരു വാർഡിൽ 2,48,00,000 രൂപയാണ് ചിലവാക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുള്ളത്. അത്തരം എല്ലാ വാർഡുകളിലും ഏറ്റവും ചുരുങ്ങിയത് 1 കോടിയും അതിനടുത്തുമുള്ള എമൗണ്ട് എല്ലാ വാർഡുകളിലും നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് 2020 മുമ്പുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. 2020 മുമ്പ് നിലവിലെ ഈ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ എളനാട് മേഖലയിൽ നിന്നും വളരെ ഉള്ളിലുള്ള ഒരു പ്രദേശത്തു നിന്ന് വരുന്ന ഒരാളാണ്. ഇപ്പോൾ റോഡിലൂടെ നമുക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ചിഹ്നങ്ങളുടെ ബഹള. അവിടെ കൈപ്പത്തിയായിട്ടും അരുവാൾ ചുറ്റിക നക്ഷത്രമായിട്ടും BJPയുടെ ചിഹ്നങ്ങളുടെ ലഹളയാണ്. 2020 മുമ്പ് ഒരു അരുവാൾ ചുറ്റിക പോലും പൂർണ്ണമായി വരയ്ക്കാൻ പറ്റുന്ന ഒരു റോഡ് പോലും പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന യാഥാർത്ഥ്യം കൂടി നിങ്ങളൊക്കെ മനസ്സിലാക്കണം. ഇവർ ആരോപിക്കുന്ന ചില വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് കേട്ടു.
2020 മുമ്പ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നിലവിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വിഷയത്തെക്കുറിച്ചൊന്ന് പറയാൻ ആഗ്രഹിക്കുക. 2020 മുമ്പ് തൊഴിലുറപ്പ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് തൊഴിലുറപ്പിൽ 158 സ്ഥാനത്തായിരുന്നു കേരളത്തിൽ നിന്നതെങ്കിൽ 2020 അത് 68 സ്ഥാനത്തും 2020 കേരളത്തിൽ 1 സ്ഥാനത്തുമാക്കാൻ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പഴയന്നൂർ ബ്ലോക്കിൻ്റെ അണ്ടറിൽ കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യമുണ്ട്. അതുപോലെ തന്നെ സമസ്ത മേഖല എന്ന് പറയുമ്പോൾ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 38 അംഗൻവാടികളുണ്ട്. ഈ 38 അംഗൻവാടികളിൽ കേരളത്തിൽ ആദ്യമായി ശീതീകരിച്ച AC വെച്ച അംഗൻവാടി ഉള്ളത് പഴയന്നൂരാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ മറ്റുള്ളവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ നമ്മൾക്കറിയാം PM ശ്രീയെക്കുറിച്ചുള്ള പരിപാടികളൊക്കെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി നടക്കുമ്പോൾ സമ്പത്ത് വേണമെന്ന് മാത്രം പറയുന്ന, സമ്പത്തിനു വേണ്ടി മാത്രം എന്തിലും ഒപ്പിടുമെന്ന് പറയുന്ന, ഇന്ന് MOUയിൽ ഒപ്പിട്ട് കൊടുത്തിട്ടുള്ള, MOUയിൽ എന്താണെന്ന് അറിയാതെ നോംസ് ഇല്ലാത്ത ഒരു MOUയിൽ ഒപ്പിട്ടിട്ടുള്ള സംസ്ഥാന ഗവൺമെൻറ്റുള്ള നാട്ടിൽ ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നു, ഞങ്ങൾക്ക് വിട്ടുകിട്ടിയ 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഉള്ളത് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ. ഒന്ന് എളനാടാണ്, ഒന്ന് പഴയന്നൂരാണ്. പഴയന്നൂർ പഞ്ചായത്തിൽ നിങ്ങളുടെ ജില്ലാ പഞ്ചായത്തിൽ നിന്നും കൂടി അതിനെ അനുവദിച്ച് ഞങ്ങൾ പഞ്ചായത്തിൽ മാത്രം 25 ലക്ഷം രൂപ അനുവദിച്ച് ഈ അടുത്ത ദിവസം ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പഞ്ചായത്തിൻ്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം വന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഞങ്ങൾ അതിന് വെച്ചിട്ടുള്ളത് 25 ലക്ഷം രൂപയാണ്. അതിനു മുമ്പ് ഒട്ടനവധി ഫണ്ടുകൾ ഗ്രൗണ്ടിനും മറ്റുമായി നമ്മളവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എളനാട് നമുക്ക് വിട്ടുകിട്ടിയ സ്കൂളിൽ ഏകദേശം 48 ലക്ഷം രൂപ വെച്ചാണ് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമുണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത്. എന്തിനു പറയുന്നു, നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല. നമ്മളുടെ ഇപ്പോൾ ഈ MP ഉണ്ടായിരുന്നു, കഴിഞ്ഞ MP-യുടെ മുമ്പുണ്ട് ബിജു എന്ന് പറയുന്ന ഒരു MP നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം ചെയ്തു വെച്ച കാരുണ്യമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇന്ന് ആ സ്കൂൾ അധപ്പതിച്ച വക്കിലാണ്. കാരണം അവിടുത്തെ കുട്ടികൾക്ക് സഞ്ചരിക്കാൻ ഒരു വാഹനം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. കാരണം അന്നുണ്ടായിരുന്ന ഒരു വണ്ടി കൊടുത്തു, മെയിൻ്റനൻസ് ഫണ്ട് സംസ്ഥാനത്ത് നിന്നില്ല, ഡ്രൈവർക്ക് വെത്ത കാശില്ല, ഡീസൽ അടിക്കാൻ കാശില്ല. ഇന്ന് സ്കൂള് ടീച്ചർമാർ ആ വണ്ടി പോലും ഉപേക്ഷിക്കുന്ന രീതിയിലേക്കാണ് അവിടെ മാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലുള്ള മറ്റൊരു വിഷയമെന്ന് പറയുന്നത് ആനുവൽ മെയിൻ്റനൻസ് ഫണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് 10 കൊല്ലമായിട്ട് അങ്ങനെ ഒരു സംവിധാനമില്ല. പഞ്ചായത്തിൻ്റെ കാര്യം പഞ്ചായത്തിൻ്റെ ഇതിൽ വരികയാണെങ്കിൽ അതുപോലെ തന്നെയാണ് മറ്റ് സമസ്ത മേഖലയിലുള്ള ഇത്തരം വിഷയങ്ങൾ. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ തൊഴിലുറപ്പിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ കുടുംബശ്രീ പദ്ധതി. കുടുംബശ്രീയിൽ ഈ കേരളത്തിൽ തന്നെ ചെറുകിട വ്യവസായം 309 ചെറുകിട വ്യവസായം തുടങ്ങിയ ഒരു പഞ്ചായത്താണ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിൽ 1-ാം സ്ഥാനത്താണ്. അതുപോലെ തന്നെ ഒട്ടനവധി ക്ഷേമ പദ്ധതികൾ. പ്രായമായ വയസ്സായ ആളുകൾക്കൊക്കെ തന്നെ ഒരുപാട് ആനുകൂല്യങ്ങളും അവർക്ക് ഉപകരണങ്ങളും അവർക്ക് ശ്രവണ മെഷീൻ അടക്കമുള്ള ഒട്ടനവധി സാധനങ്ങൾ നമ്മൾ അവർക്ക് പ്രത്യേകം ഫണ്ട് വെച്ച് നടപ്പിലാക്കിയ ഒരു പഞ്ചായത്താണ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത്. അതുപോലെ തന്നെയാണ് അംഗൻവാടികളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. കാർഷിക മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ 3 ഷൂട്ടർമാരെ ആ പഞ്ചായത്തിൽ എടുക്കുകയും ആ ഷൂട്ടർമാരെ വെച്ച് കാർഷിക മേഖലയിലുള്ള വന്യമൃഗ സ്ഥലത്തിൻ്റെ ഭാഗമായി അവിടെ പന്നികളെ വെടിവെച്ച് വീഴ്ത്തി പന്നിയെ സംസ്കരിക്കുന്ന രീതികൾ അവിടെ നടന്നു വരികയാണ്. അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു. അവിടെ ആന ഇറങ്ങിയ വിഷയമുണ്ടായി. അവിടെ നമ്മുടെ പഞ്ചായത്ത് അതിന് ഐക്യകണ്ഠേന നമ്മളെല്ലാവരും കൂടി അതിനൊരു നിവേദനം സംസ്ഥാന ഗവൺമെൻറ് അർപ്പിച്ചു. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDF രീതിയിൽ ഒരുപാട് സമര പരിപാടികൾ നടത്തി. അങ്ങനെയാണ് സംസ്ഥാന ഗവൺമെൻറ് എന്ന് പറയുന്നത് അതിന് ഫണ്ട് സെപ്പറേറ്റ്, സംസ്ഥാന ഗവൺമെൻറ് അല്ലെങ്കിൽ പോലും അവർ സപ്പോർട്ട് ചെയ്തൊരു ഫണ്ട് അതിനകത്ത് വന്നു. അതുപോലെ തന്നെ മറ്റുള്ള മേഖല നമ്മൾക്ക് ഈ അവിടെ നമ്മളിപ്പോൾ നിലവിൽ വീട് റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഫണ്ട് മാറ്റിവെച്ച് ഇപ്പോൾ 608 വീടാണ് നമ്മൾക്ക് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ മാത്രം റിപ്പയറിങ്ങിന് കൊടുക്കാൻ കഴിഞ്ഞത്. അതുമാതിരി തന്നെ കാർഷിക മേഖലയ്ക്ക് അപ്പുറം ക്ഷീരവികസനത്തിന് നമ്മൾ ഒട്ടനവധി പാക്കേജ് വെച്ച് അവർക്ക് ആനുകൂല്യങ്ങൾ നൽകി, സബ്സിഡികൾ നൽകി വളരെ ഇവർ ഇന്ന് അന്യം തിന്നു പോകുന്ന ആ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കാലിത്തീറ്റ ഉൾപ്പെടെ അതുപോലെ തന്നെ അവർക്ക് സബ്സിഡി
ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് അവരെ നിലനിർത്താനുള്ള ഒട്ടനവധി പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി. അതുപോലെ തന്നെ ഏറ്റവും അവസാനം നമ്മൾ വലയും വള്ളവും എന്നൊരു പദ്ധതി വെച്ച് അവിടുത്തെ മുക്കുവ സമൂഹത്തിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ നടപ്പിലാക്കി. ഇന്ന് അവർക്ക് വള്ളവും ഈ വലയുമെല്ലാം നൽകി അവരെ സംരക്ഷിച്ചു. അതുപോലെ തന്നെ എല്ലാ സമസ്ത മേഖലകളിലും അത്തരം പരിപാടികൾ വെച്ച് നമ്മൾ മുന്നോട്ട് പോയിട്ടാണ് ഈ ഭരണസമിതി ഇന്ന് നിൽക്കുന്നത്. അക്കമിട്ടാണ് UDF ഭരണസമിതിയിലെ അംഗമായ UDF പ്രതിനിധി ഇവിടെ കാര്യങ്ങൾ പറഞ്ഞത്. അദ്ദേഹം അതിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യം, ചേലക്കരയിൽ നിരവധി സമരങ്ങൾ പ്രതിപക്ഷം നടത്തിയപ്പോൾ നിങ്ങൾ ഒരു സമരം പോലും പഴയന്നൂർ പഞ്ചായത്തിൽ ഭരണസമിതിക്കെതിരെ നടത്തിയിട്ടില്ല എന്നുള്ളൊരു ആരോപണം. അപ്പോൾ അത്രയും നല്ല ഭരണം അവർ നടത്തിയെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം സ്വയം പരിചയപ്പെടുത്താം, അതിനുശേഷം നിങ്ങൾക്ക് ഇതിനുള്ള മറുപടി പറയാം. എൻ്റെ പേര് KP കൃഷ്ണകുമാർ, പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ഇവിടെ പഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ടുള്ള ശ്രീകുമാർ ഇവിടെ ഘോരഘോരം പ്രസംഗിക്കുകയായിരുന്നു. ഈ 5 വർഷക്കാലം പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന നേട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം ഇവിടെ പറഞ്ഞപ്പോൾ ഞാൻ ആ പഴയന്നൂർക്കാരനാണ് എന്ന് ഞാൻ സ്വയം ഒന്ന് എൻ്റെ ഉള്ളിലേക്ക് നോക്കി. ഈ 5 വർഷത്തിന് മുമ്പ് ശ്രീമതി ശോഭനരാജൻ പ്രസിഡൻ്റായിട്ടുള്ള ഒരു ഭരണസമിതി ഉണ്ടായിരുന്നു. ആ ഭരണസമിതിയുടെ നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും വലിയ വിഷയമാണ് നമ്മുടെ നാടിനകത്ത് നടക്കുന്ന മാലിന്യ സംസ്കരിക്കുക എന്നത്. ഇന്ന് മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്കണം. വളരെ വൃത്തിയായി മാലിന്യങ്ങളെ വേർതിരിച്ച് ജൈവവളമായി മാറ്റിയിരുന്ന ഒരു സംവിധാനം അന്നത്തെ ത്രിതല പഞ്ചായത്തിൻ്റെ വകുപ്പ് കൈകാര്യം ശ്രീ AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. വൃത്തിയായി ഒരു പൂങ്കാവനം പോലെ സംരക്ഷിച്ചു പോരുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ഇന്ന് ഹരിതകർമ്മസേനയുടെ ആളുകളെ വെച്ചിട്ട് അത് വൃത്തിയാക്കാൻ വേണ്ടി വലിയ രീതിയിൽ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ തകർത്തു. ഗ്രാമീണ റോഡുകളെക്കുറിച്ച് പറയാൻ അരിവാൾ ചുറ്റിക വരയ്ക്കാൻ കഴിയാത്ത റോഡുകളായിരുന്നു എന്നാണ് ഈ ചാനൽ ചർച്ചയിൽ പറയേണ്ടത്. ഗ്രാമീണ റോഡുകളുടെ സ്ഥിതി ഇവിടെ ഞങ്ങൾ മുമ്പ് അവിടെ സമരം നടത്താതിൻ്റെ കാര്യങ്ങൾ, ഗ്രാമീണ റോഡുകൾക്കായി അനുവദിച്ച പുനരുദ്ധാരണ ഫണ്ട് ചെലവഴിക്കാത്ത ഒരു ഗ്രാമപഞ്ചായത്താണ് പഴയ ഗ്രാമപഞ്ചായത്ത്. കോടിക്കണക്ക് രൂപ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി കൊടുത്ത പണത്തിൽ 50 കോടി രൂപയിൽ കൊടുത്ത പണം ഇത് ബാങ്കിലേക്ക്, ഇവിടെ പറയുന്നത് കേട്ട ബാങ്കിലെ അക്കൗണ്ടിലേക്ക് നമ്മൾ ഈ കാരണവന്മാരൊക്കെ പറയില്ലേ ഇത്ര കോടി രൂപ ഉണ്ടല്ലോ, അതുപോലെ സൂക്ഷിച്ചു വെക്കാനുള്ള പണമാണെന്നാണ് ഈ കോൺഗ്രസിൻ്റെ ഭരണകർത്താക്കൾ ആകെ പഴയന്നൂർ അങ്ങാടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി കിട്ടുന്ന പണമാണ്. ആ പണം ചെലവഴിച്ചിട്ടില്ല എന്ന് പറയുന്നത് ജനങ്ങളോട് കാണിക്കുന്ന ഒരു അവഗണനയല്ല. എത്ര കോടി രൂപയാണ് പാഴാക്കി കളഞ്ഞിട്ടുള്ളത്? കാർഷിക മേഖലയ്ക്ക് എന്ത് പദ്ധതിയാണ് നടപ്പാക്കിയിട്ടുള്ളത്? ഇതിൽ ഏറെ ഇപ്പോൾ തൊഴിലുറപ്പിനെ കുറിച്ച് ബഹുമാനപ്പെട്ട മെമ്പർ ഇവിടെ പറഞ്ഞു. കേരളത്തിൽ 1-ാം സ്ഥാനത്താണ്. കേരളത്തിൽ 1-ാം സ്ഥാനത്തുള്ളതാണ് തൊഴിലുറപ്പ് പദ്ധതി എന്ന് പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞതാണ്. ഓംബുഡ്സ്മാനിലേക്ക് കോൺഗ്രസിൻ്റെ, ഞാൻ വ്യക്തിപരമായി പറയുന്നില്ല, ഈ കോൺഗ്രസിൻ്റെ ഇപ്പോൾ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി നിൽക്കുന്ന വ്യക്തി പരാതി കൊടുത്തു. പരാതി കൊടുത്തവരെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ആ പരാതി കൊടുപ്പിച്ചിട്ട് ആ ഓംബുഡ്സ്മാൻ്റെ വിധിക്കകത്ത് ഓംബുഡ്സ്മാൻ സിറ്റിംഗ് നടത്തി. ഒരു ഗതികേട് ആലോചിച്ച് നോക്കിയ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന ഒരു സാധാരണക്കാരുടെ ഉപജീവന മാർഗമല്ല. ആ ഓംബുഡ്സ്മാൻ പറയട്ടെ, എന്താ കൊള്ളസംഘമാണോ? പഴയ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സഹോദരങ്ങൾ നടത്തുന്ന കൊള്ളസംഘമാണോ? അതിൽ വലിയ രീതിയിലുള്ള വെട്ടിപ്പ്, വിജിലൻസിൻ്റെ അന്വേഷണം. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ്സുകാർ, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് പരാതി, പിന്നിൽ പരാതി കൊടുത്ത്, പഞ്ചായത്ത് മെമ്പർ പരാതി, അതിന് പിന്നിൽ നിന്ന് പരാതി കൊടുത്ത്, ഇതുവരെ ഒരു ചരിത്ര സംഭവം പഴയന്നുണ്ടായിട്ടില്ല. ആ തൊഴിലുറപ്പ് പദ്ധതിയിൽ അഴിമതി ഉണ്ടെന്ന് വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. ആ തൊഴിലുറപ്പ് പദ്ധതി വലിയ മെമ്പർ പറഞ്ഞു, ഇവിടെ എത്രയോ സ്ഥാനത്താണെന്നാണ് പറഞ്ഞത്, 86. ആ തൊഴിലുറപ്പ് പദ്ധതി സ്ഥിതി ഇന്ന് എന്താണെന്നറിയോ? 100 പണി കിട്ടിയ ഒരാളെ എടുത്ത് കാണിക്കാൻ പറ്റും. ഇതിനു മുമ്പ് പഞ്ചായത്ത് ഭരിച്ചിരുന്നല്ലോ, LDF ഭരിച്ചിരുന്നുവല്ലോ. ആ LDF ഭരിച്ചിരുന്ന ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഓണത്തിന് വിശേഷ ദിവസങ്ങൾക്കെല്ലാം ബോണസ് കൊടുത്തിരുന്നു 1000 രൂപ. സാധാരണ തൊഴിലാളികളാണ് ഇവർ.
ആ ബോണസ് വാങ്ങിക്കാൻ ഒരു തൊഴിലുറപ്പ് തൊഴിലാളി കഴിഞ്ഞിട്ടില്ല. 100 പണി 50 പണി തയ്ച്ചു കൊടുത്തിട്ടില്ല. എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് പഴയന്നൂരാകെ വികസിച്ചു, പഴയന്നൂരാകെ വലിയ എന്തോ സംഭവം നടന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥലത്തൊരു ബസ് സ്റ്റാൻഡിന് ശ്രീമതി ശോഭന രാജൻ നേതൃത്വം കൊടുക്കും. ബസ് സ്റ്റാൻഡിന് സ്ഥലം ഏറ്റെടുക്കണം. ആ സ്ഥലം ഏറ്റെടുക്കുന്ന ഭാഗമായുള്ള ഫണ്ട് വകയിരുത്തണം. ഒരു നടപടിയും എടുത്തിട്ടില്ല. സമരം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞതിനെ പറ്റി സമരത്തെ കുറിച്ച് ഞാൻ വരാം. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അഴിമതിക്കെതിരെ പഞ്ചായത്തിന് ബോർഡ് മീറ്റിംഗിനകത്ത് പഞ്ചായത്ത് നേതൃത്വം കൊടുക്കുന്ന ശ്രീ PA ബാബു അടക്കം നിരവധിയായ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ പഞ്ചായത്തിലെ കോൺഗ്രസിൻ്റെ അംഗങ്ങൾ പോലും അനുകൂലിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ അഴിമതിക്കെതിരെ. പഴയ ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾ നിരവധി വട്ട സമരം നടത്തിയിട്ടുണ്ട്. CPIM നടത്തിയിട്ടുണ്ട്, LDF നടത്തിയിട്ടുണ്ട്, നിരവധിയായ സമരം നടത്തി. അങ്ങനെ അഴിമതിയെ അങ്ങനെ ഒരു വെളുപ്പിച്ചെടുക്കുന്ന സമീപനം ഈ പഴയന്നൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തനം ചെയ്തിട്ടില്ല. സമരം നടത്തിയിട്ടുണ്ട്. പക്ഷേ സമരത്തിന് ആരുണ്ടായിരുന്നത്? കോൺഗ്രസിൻ്റെ മെമ്പർമാർ. കാരണം പഞ്ചായത്ത് പ്രസിഡന്റും സഹോദരങ്ങളും അഴിമതി നടത്തുകയാണ്. സമരം നടത്തണം, നിങ്ങൾ സമരം നടത്തൂ, ഞങ്ങൾ നിൽക്കാം. ആ ബോർഡ് മീറ്റിംഗകത്ത് ചർച്ചയ്ക്കകത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് നിശിതമായി വിമർശിച്ചവർ കോൺഗ്രസ്സുകാരുണ്ട്, പുറത്തു പറഞ്ഞവരുണ്ട്, സമരത്തിന് അനുകൂലമായി സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പഞ്ചായത്ത് ഭരണസമിതി 5 വർഷം വികസന മുരടിപ്പിലേക്ക് എത്തിച്ചത് നമ്മളുടെ മുന്നിലെ നേർക്കാഴ്ചയാണ്. സത്യം പറഞ്ഞാൽ റിപ്പീറ്റേഷൻ തോന്നണ്ട. ഇതിൻ്റെ മറുപടിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കാരണം അതേ മറുപടി പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ 2020 63-ാം സ്ഥാനത്ത് നിന്ന പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിനെ, അല്ലെങ്കിൽ 2018 163-ാം സ്ഥാനത്ത് നിന്ന തൊഴിലുറപ്പ് പദ്ധതിയെ, അല്ലെങ്കിൽ സംസ്ഥാനത്ത് ആ സ്ഥാനത്തുണ്ടായിരുന്നതിനെ 21 നമ്മളത് 1-ാം സ്ഥാനത്ത് കൊണ്ടുവന്നെങ്കിൽ അത് 22-ൽ 2-ാം സ്ഥാനത്ത് നിന്നു. 23-ലും അതേ പൊസിഷനിലായിരുന്നു. 24-ലും 25-ലും കേന്ദ്ര നയത്തിൻ്റെ ഭാഗമായി, അതല്ലെങ്കിൽ അതിന് പുതിയ മാറ്റങ്ങൾ വരുത്തിയതിൻ്റെ ഭാഗമായി അതിനെ എതിർക്കാൻ കഴിയാത്ത ചൂട്ടുപിടിച്ച സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണരീതിക്ക് കൊണ്ടാണ് ഇത് വീണ്ടും പുറകിലോട്ട് പോയതെന്ന് കൂടി പറയുകയാണ് ഞാനിവിടെ. അത് മാത്രമല്ല, ട്രഷറിയിൽ കാശില്ല. കേന്ദ്രം പറയുന്നത് ഞങ്ങൾ കാശ് കൊടുത്തു തൊഴിലുറപ്പിന്, സംസ്ഥാനത്ത് ആ ഫണ്ടെത്തി ഇവർ വകമാറ്റി ചെലവാക്കിയെന്ന് അവർ പറയുന്നു. അപ്പോൾ ഈ പൈസ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൃത്യസമയത്ത് കിട്ടാത്തത് കാരണം അവർ കൃത്യമായി പണിക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് ഈ ബാങ്കിൽ പൈസ കൂട്ടി വെച്ചിരിക്കുകയാണെന്നുള്ള ആരോപണത്തിനെ പറ്റിയിട്ട് എന്താ പറയുന്നത്? എങ്ങനെ ബാങ്കിൽ പൈസ കൂട്ടി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പൈസ ചെലവഴിക്കാതെ? അത് അദ്ദേഹത്തിന് അറിയാണ്ട് പറയുകയാണ്. കാരണം ഇപ്പോൾ പ്രസിഡന്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്, മുൻ പ്രസിഡന്റ്. ഇത് ബാങ്കിൽ നിന്നും ചെക്ക് എഴുതി കൊടുത്ത് നമുക്ക് ബാങ്കിൽ നിന്ന് അങ്ങോട്ട് മാറ്റുന്ന ഒരു സംവിധാനമല്ല പഞ്ചായത്തിലുള്ളതെന്ന് ഇവിടെ ഇരിക്കുന്ന അറിയാലോ. ഇതിലിപ്പോൾ എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പോഴും പറയൂ 10 ലക്ഷം രൂപയിൽ കൂടുതൽ 5 കൊല്ലം ട്രഷറിയിൽ ബില്ല് മാറ്റിയിട്ടുള്ള ഒരാളുടെ പേര് പറയാൻ കഴിയോ? ഇല്ല. ബാങ്കിൽ പൈസ കൂട്ടിയ സംസ്ഥാന സർക്കാർ കൊടുത്ത 50 കോടി രൂപ ചെലവഴിക്കാതെ അത് ലാപ്സാക്കി കളഞ്ഞു എന്നാണ് പറയുന്നത്. ബാങ്കിലിട്ടതല്ല പറയുന്നത്. അത് പാവപ്പെട്ട ജനങ്ങളിലേക്കും വികസന പ്രവർത്തനങ്ങളിലേക്കും എത്തിക്കാതെ ആ ഫണ്ട് സംസ്ഥാന സർക്കാർ പഞ്ചായത്തുകൾക്ക് വികസന പ്രവർത്തനത്തിന് കൊടുക്കുന്നത്, അതായത് മെയിൻ്റെനൻസ് ഗ്രാന്റ്, റോഡ് മെയിൻ്റെനൻസ്, അതിനൊക്കെ 50 കോടി രൂപയിൽ 30 കോടി രൂപയും ലാപ്സാക്കി കളഞ്ഞു. മാഡം, നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. നിങ്ങളൊരു പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഇരുന്ന ആളാണ്. 50 കോടി രൂപ ഒരു പഞ്ചായത്തിന് ഒരു സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ചിട്ടുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണം. 1. 2, 2020 നിങ്ങൾ തന്നിട്ടുള്ള ഫണ്ട്, അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് പഞ്ചായത്തിന് കൈമാറിയിട്ടുള്ള ഫണ്ടിൽ നിന്നും 21 വരുമ്പോൾ 20% കട്ടിങ്ങാ. 22 വീണ്ടും 20% കുറച്ചു. 23-ൽ വീണ്ടും കുറച്ചു. ഗവൺമെൻറ് ആശയോടുകൂടി ഒരു കാര്യം പറഞ്ഞിരുന്നു, ഈ ഫണ്ടെല്ലാം ഈ 20% കാശ് ഞങ്ങൾ ഒന്നിച്ചു തരുന്ന, ദൈവം സഹായിച്ചിട്ട് 3-4 ദുരന്തം എപ്പോഴും ഉണ്ടാവുമല്ലോ LDFിൻ്റെ ഭരണകാലത്ത്. ഒരു ഓക്കി, അതുപോലെ തന്നെ മറ്റ് ദുരന്തങ്ങൾ, വയനാട് അടക്കമുള്ള ദുരന്തത്തിൻ്റെ പേരിൽ ദൈവ സഹായം കൊണ്ട് 10 പൈസ കിട്ടിയിട്ടില്ല. ആ 20% കട്ട് ചെയ്തിൽ നിന്നുള്ള യാഥാർത്ഥ്യമാണ്. അതെല്ലാവരും മനസ്സിലാക്കണം. അതെ, പ്രകൃതി ദുരന്തം ഉണ്ടാക്കുന്നത് സഖാവ് പിണറായി വിജയൻ ഗവൺമെന്റ് അല്ല, അത് വരുന്നതാണ്. പ്രകൃതി ദുരന്തം ഉണ്ടാവും. എത്ര
ഇതായിട്ടുള്ള വർത്താനം പറയരുത്. അല്ല, പ്രകൃതി ദുരന്തത്തിന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞത്. ഇത്ര ബോധമില്ലാത്ത വർത്താനം അല്ല, ബോധം ഉണ്ടോന്ന് 50 കോടി രൂപ ഒരു പ്രസിഡന്റ് ആയിരുന്ന ആള് പറയുന്നത് 50 കോടി രൂപ പഞ്ചായത്തിന് കൊടുത്തു, 30 കോടി ലാബ്സ് ആക്കി എന്ന് പറയുമ്പോ ഇത്ര ബുദ്ധിശൂന്യമായ ആരെങ്കിലും പറയോ? പ്രതിവർഷം കിട്ടില്ല എന്ന് മാന്യമായി ചിന്തിക്കുന്നവർക്കറിയാം. 5 വർഷത്തെ പദ്ധതിയുടെ വിഹിതമായി കിട്ടിയ പണമാണ് 50 കോടി രൂപ. അതിൽ തന്നെ പകുതിയോളം ചെലവഴിച്ചില്ല എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. 50 കോടി രൂപ 5 കൊല്ലം കൊണ്ട് വിഹിതം വാങ്ങിയാൽ ഇത് ഓരോ വർഷവും ചെലവാക്കി കഴിഞ്ഞാൽ ആ പൈസ സ്പിൽ ഓവറായി അടുത്ത വർഷത്തേക്ക് കയറുന്നതും കയറാത്തതും ഉണ്ട്. ആ പൈസ അടുത്ത വർഷത്തേക്ക് എങ്ങനെയാ സാറേ വെക്കുക? നിങ്ങൾ എന്താ പറയുന്നത്? ഏത് കണക്കവർ പറയുന്നത്? 5 കൊല്ലം കൊണ്ട് 50 കോടി രൂപ കിട്ടിയാൽ അത് ഓരോ വർഷവും അത് ചെലവാക്കുമ്പോൾ നിങ്ങൾ എവിടെയാണ് ഈ ബാക്കി ഉണ്ടാവുക? അല്ലെങ്കിൽ അതിന്റെ കണക്കുകൾ കൊടുക്കണ്ടേ? സ്പിൽ ഓവർ എമൗണ്ട് അടുത്ത വർഷത്തേക്ക് കയറുന്നതും കയറാത്തതും ഇല്ലേ? അപ്പൊ എന്താണ് നിങ്ങൾക്ക് കണക്ക് കരുത്താനുള്ളതിൽ? വെറുതെ 50 കോടി രൂപ കണക്ക് പറയാനുള്ള അതിൽ യാഥാർത്ഥ്യം വേണ്ടേ? ഒരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. കാരണം പഴയന്നൂരിൽ വികസനം നടക്കണം, അതിനു വേണ്ടിയിട്ടുള്ള ചർച്ച. വികസനം നടക്കണം എന്നുള്ളത് 2 രാഷ്ട്രീയ പാർട്ടിക്ക് ആഗ്രഹമുള്ളൂ. ആ 2 രാഷ്ട്രീയ പാർട്ടിക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. വികസന കാര്യമാണ് ചർച്ച. എനിക്ക് വളരെ ബഹുമാനത്തോടു കൂടെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ചോദിക്കാനുള്ളത്, നമ്മുടെ സംസ്ഥാന സർക്കാർ 10 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് 5 വർഷക്കാലമായി PK മുരളീധരൻ്റെ നേതൃത്വത്തിൽ ഭരിക്കുന്നു. വളരെ അഭിമാനത്തോടുകൂടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് ജനങ്ങളോട് പറയുവാൻ സാധിക്കും, ഈ കേരളത്തിൽ വികസന പദ്ധതി നടപ്പിലാക്കുന്ന ആ കമ്മിറ്റിയിലേക്ക് 2 പഞ്ചായത്ത് പ്രസിഡന്റുമാരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 2 പഞ്ചായത്ത് ഈ സംസ്ഥാനത്ത് 1000-ഓളം ഗ്രാമപഞ്ചായത്തുള്ള അതിൽ ഒന്നാമത്തെ ആള് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് PK മുരളീധരനാണ്. ആരാ തിരഞ്ഞെടുത്തത്? ഈ സംസ്ഥാന സർക്കാരാണ്. എന്താണ് കാരണം? വികസനം നടപ്പിലാക്കി ഇതുവരെ കാഴ്ചവെച്ച ഏറ്റവും കൂടുതൽ കാലം ഈ സംസ്ഥാനത്ത് ഒരു ഗ്രാമപഞ്ചായത്തിൽ ജനപ്രതിനിധിയായിരിക്കുന്ന ഏക രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. ഒരു ചോദ്യമുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ LDF പ്രതിനിധി നേരത്തെ ചോദിച്ചാണ്, ഇപ്പം ഇങ്ങനെയൊക്കെ വികസനം നടത്തിയെന്ന് പറയുമ്പോഴും ഭരണകക്ഷിക്കുള്ളിൽ തന്നെ പഞ്ചായത്ത് യോഗത്തിൻ്റെ ഇടയിൽ പ്രസിഡന്റിനെതിരെ ആരോപണം ഉണ്ടായി എന്നുള്ളൊരു കാര്യം അദ്ദേഹം ഞങ്ങളത് അംഗീകരിക്കും. കാരണം അത് പറഞ്ഞുതരാം, അതിനൊരു തർക്കമില്ലല്ലോ. ഈ ജനാധിപത്യ രീതിയിൽ ഇടതുപക്ഷം ആവട്ടെ UDF ആവട്ടെ, പഞ്ചായത്ത് ഭരണസമിതിയിൽ വിമർശനവും സ്വയം വിമർശനവും ഇല്ലാത്ത ഏതെങ്കിലും ഒരു ബോഡി ഈ കേരളത്തിലുണ്ടോ? ഏതെങ്കിലും ഒരു ബോഡി? ഒരിക്കലും ഉണ്ടാവില്ല. തെറ്റ് ചെയ്തത് തെറ്റാണ് എന്ന് പറയാനും തെറ്റ് ചെയ്തതല്ല എന്ന് പറയാനും ഞങ്ങൾ തയ്യാറായതുകൊണ്ടാണല്ലോ ഇത്രയും വികസന പ്രവർത്തനം പറഞ്ഞപ്പോൾ ഒരെണ്ണം പോലും ഈ നാട്ടിൽ നടപ്പായിട്ടില്ല എന്ന്. ഇനി അത് മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു വിഷയമാണ് ആരോഗ്യ മേഖല. ഡയാലിസിസിന് ഈ സംസ്ഥാനത്ത് ഒരു മാസം ഒരു രോഗിക്ക് 4000 രൂപ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തുണ്ടോ? ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്ത്? ഞാൻ പരുത്തിപ്പറയിൽ നിന്നാണ് വരുന്നത്. ചേച്ചി അവിടുത്തെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. 2 തവണ അവരുടെ മെമ്പറായിരുന്നു. വാടക ഷെഡിലാണ് അംഗൻവാടി ഉണ്ടായിരുന്നത്. എത്ര എണ്ണം ഈ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ? ഇന്ന് 36 അംഗൻവാടികൾ ഏറ്റവും ഭംഗിയായി AC-യോടുകൂടിയുള്ള അംഗൻവാടി നിൽക്കുന്ന ഏക പഞ്ചായത്താ. ഇന്ന് നമ്മൾ ഈ ചർച്ച നടത്തുന്ന ചേലക്കര പഞ്ചായത്തിൻ്റെ സ്ഥിതി എന്താ? അദ്ദേഹം ചോദിച്ചല്ലോ 100 തൊഴിലിൻ്റെ കാര്യം. അത് കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾ കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അത് കോൺഗ്രസിൻ്റെ CPM-നെയോ നമ്മൾ കുറ്റം പറയുന്നില്ല. എൻ്റെ സുഹൃത്ത് പ്രകാശേട്ടനോട് പറഞ്ഞു, പഞ്ചായത്ത് പ്രസിഡന്റിനെ ആദരിക്കാൻ വേണ്ടി വിളിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ആദരിക്കാൻ വേണ്ടി വിളിച്ചത് എന്തിനാണെന്നറിയോ? അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം പഞ്ചായത്ത് മെമ്പറായി. അതാ ജനങ്ങളുടെ ഗതികേട്. കാരണം അവരവിടെ ഓരോ കാലത്തും ചെയ്യുന്നത് പഞ്ചായത്ത് മെമ്പറായി അങ്ങനെ ചില ആൾ ജയിച്ചിട്ടുണ്ട്. ഗതികെട്ട ഒരു കാലഘട്ടത്ത് ആളുകൾ ചെയ്തു പോവുകയാണ്. ഇപ്പോൾ 1-ാം വാർഡ് തുടർച്ചയായിട്ട് ജയിക്കുകയാണ്. തുടർച്ചയായിട്ട്. അല്ലാണ്ട് തൊഴിലുറപ്പ് പദ്ധതിക്ക് അവാർഡ് കിട്ടിയിട്ടല്ല. അതിലെനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്നറിയോ? അതിൽ പറയാനുള്ള കാര്യം ഞങ്ങൾ പറയേണ്ടതില്ല. സ്വന്തം പാർട്ടിയുടെ LC ആയിരുന്ന ആൾ ഇപ്പൊ പഴയന്നൂർ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അതിൽ കൂടുതൽ ഞങ്ങൾ എന്താ പറയേണ്ടത്? അത് നിങ്ങളൊക്കെ കേൾക്കുന്ന ആളുകളാണല്ലോ. പിന്നെ ഇവർ പറയുന്ന നല്ല കാര്യം, അതായത് സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് മെമ്പർ, വികസനത്തിന്റെ സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് മെമ്പറായിട്ട് ഈ കേരളത്തിൽ നിന്നും അത് നടപ്പിലാക്കിയ കഴിവുള്ള 2 പ്രസിഡന്റുമാരെ തെരഞ്ഞെടുത്ത് അതിലൊന്നാണ് ഈ സംസ്ഥാനത്ത് PK മുരളീധരൻ പഞ്ചായത്ത്. അതല്ലാണ്ട് ഏറ്റവും കൂടുതൽ പരിശോധനയല്ല. പഞ്ചായത്തിലാണ്
പദ്ധതിയെ ജീവനക്കാരെ പിരിച്ചുവിട്ടതാരാ? ഒരു പദ്ധതിയല്ലേ, സാധാരണ പദ്ധതിയല്ലേ? ആ പദ്ധതിയെ ജീവനക്കാരെ പിരിച്ചുവിട്ടതാരാ? ആരാ പിരിച്ചുവിട്ടത്? ഈ കോൺഗ്രസിന്റെ ഭരണസമിതിയല്ലേ? ഈ പൈസ തിരിച്ചടക്കേണ്ടി വന്നു. ആരെ? കോൺഗ്രസ്സുകാരെയാണ്. കോൺഗ്രസ് ప్రభుత్వం തിരിച്ചടച്ചത്. ആരാ തിരിച്ചടച്ചത്? ഈ ഭരണസമിതിയാണ്. ആ കഴിവ് കേട്ടോ പ്രസിഡന്റ് അല്ലേ ഇപ്പൊ? അല്ല, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അഴിമതി നടത്തിയവരെ പിരിച്ചുവിട്ടു എന്നാണ് അദ്ദേഹം അംഗീകരിക്കണം. കാരണം നമ്മൾ വേണം, അംഗീകരിക്കണം. ഫുള്ള് കേൾക്കൂ, അംഗീകരിക്കണോ? അംഗീകരിച്ചില്ല. രണ്ടു കൂട്ടരും പറഞ്ഞല്ലോ. അതിലൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, അതായത് കട്ടവരെ ഞങ്ങൾ പറയണു, ഈ കട്ടവരെ പിരിച്ചുവിട്ടു. ഈ വെച്ച ഈ ജീവനക്കാരാരാണ് എന്നും ഏത് പാർട്ടിക്കാരാണ് എന്നും ഈ പഴയന്നൂരിൽ പോയിട്ട് നിങ്ങൾക്ക് ചോദിക്കണം. ഇത് അവർ തുടക്കം മുതലേ ഈ സംവിധാനവുമായി തെറ്റ് ചെയ്തവരെ മാറ്റി നിർത്തിയ ഭരണസമിതിയാണ് ഇവര്. തെറ്റ് ചെയ്തവരെ മാറ്റി നിർത്തിയവരാണ്, സംരക്ഷിച്ചിട്ടില്ല. എന്ന് എന്റെ സുഹൃത്ത് പറയുന്നവരെ മാറ്റി നിർത്തിയവരാണ്. 2024 സോഷ്യൽ ഓഡിറ്റിംഗിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 2022 ഇപ്പോഴത്തെ സോഷ്യൽ ഓഡിറ്റിംഗില് നടന്നിട്ടുണ്ട്. ആ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ കമ്പിവേലി കെട്ടുന്നത് ഞാൻ കേട്ടില്ല. ഞാൻ ആ സോഷ്യൽ ഓഡിറ്റിംഗ് വായിച്ചപ്പോ കമ്പിവേലി കെട്ടിയിട്ടുണ്ട്. വേലി കെട്ടിയിട്ട് അളന്ന് നോക്കുമ്പോൾ ആ മീറ്റർ ഇല്ല, അളവില്ല. അളവ് പണിയെടുത്തു എന്ന് പറഞ്ഞ് രേഖയിൽ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. കോൺഗ്രസ്സുകാരെ ആളുകളെ ജോലിക്കാരെ വെച്ചു. അവർ നടത്തിയ മെയിൻ്റനൻസ് വർക്കിലായിരുന്നു. അവർ നടത്തിയ ഈ പദ്ധതിക്കകത്ത് എന്താ സ്ഥിതി എന്നറിയോ? 50 മീറ്റർ വേലി കെട്ടിയുണ്ട്. ആ 50 മീറ്റർ ഇല്ല. 100 മീറ്റർ വേലി കെട്ടി, ആ 100 മീറ്റർ ഇല്ല. അതെ, എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ആരോപിച്ചല്ലോ, റിപ്പോർട്ട് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഒരു സമയത്ത് വെക്കാമായിരുന്നു. നിങ്ങൾക്ക് ചാനലിൽ വേണം, ഞാൻ തരാം. നിങ്ങളുടെ ചാനലിൽ ഞാൻ തരാം, ഓഡിറ്റ് റിപ്പോർട്ട് തരാം. ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമായി എഴുതിയിരിക്കുന്നു എത്ര രൂപയാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ ചർച്ചയില് 50 കോടി രൂപ കിട്ടിയിട്ട് 30 കോടി രൂപ ചെലവാക്കിയില്ല എന്ന് പറയുന്നത്. 50 കോടി രൂപ കിട്ടിയാൽ 100 കോടി രൂപ ചെലവാക്കാൻ പ്രാപ്തിയുള്ള ഭരണസമിതിയാണ് ഇന്ന് പഴയന്നൂർ പഞ്ചായത്ത് ഭരിച്ചിരുന്ന ഈ 5 വർഷം. ഈ 5 വർഷക്കാലം 30 കോടി രൂപ ചെലവാക്കിയില്ല എന്ന് പറയുമ്പോൾ ഈ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ബാക്കി ഞങ്ങൾക്ക് 14 മെമ്പർ ഉള്ളപ്പോൾ 8 മെമ്പർ LDF-ന്റെ ആയിരുന്നു. അവരെന്ത് പണിക്കാണ് അവിടെ പോയിരുന്നതെന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. 100 അല്ല 200 കോടി കിട്ടിയാലും വീട്ടിൽ കൊണ്ടുപോകാൻ കട്ടുമുടിക്കാൻ വിദഗ്ധനാണെന്ന് പ്രസിഡന്റ് തെളിയിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾ പറയുന്നത്. സമ്മതിച്ചല്ലോ. അതെ, പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പിൽ 1ാം സ്ഥാനം വാങ്ങിച്ചു എന്ന് പറഞ്ഞു. അത് അഴിമതി നടത്തിയിലാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത്. തൊഴിലുറപ്പ് പറഞ്ഞതല്ല, ഞങ്ങളല്ല പറഞ്ഞത്. നിങ്ങളല്ലല്ലോ, കഴിവില്ലല്ലോ. ആരെങ്കിലും പറയുന്ന ഏറ്റുപറയിലല്ലേ നിങ്ങളുടെ മൊഴി? അതല്ലാതെ നിങ്ങൾക്ക് ആ കഴിവുണ്ടായിരുന്നെങ്കിൽ പഞ്ചായത്തിൽ ഓംബുഡ്സ്മാനും വിജിലൻസും അന്വേഷണ ഏജൻസികളാണ് റിപ്പോർട്ട് എഴുതി കൊടുത്തു. അഴിമതിയാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ നടന്നിരിക്കുന്നത്. ചോദ്യം അറിയൂ, 1ാം സ്ഥാനം കിട്ടിയിട്ടില്ല എന്നാണോ മാഡം പറയുന്നത്? 1ാം സ്ഥാനമല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് 25 വർഷം ജനപ്രതിനിധിയുടെ അംഗീകാരത്തിനാണ് സംസ്ഥാന ഗവൺമെന്റ്. അല്ല, 1ാം സ്ഥാനം കൊടുക്കുന്നത് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ അഴിമതി നടത്തിയതിനാണ്. തൊഴിലുറപ്പിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയ ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് പഴയന്നൂരിലെ UDF ഭരണസമിതി. അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും കഴിഞ്ഞ ദിവസം സോഷ്യൽ ഓഡിറ്റ് ജൈവവേലി കെട്ടിയെടുത്ത് പരിശോധിച്ചപ്പോൾ മതിലാണ് നിൽക്കുന്നത്. അങ്ങനെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കിട്ടേണ്ട കൂലിയും തൊഴിലും നിഷേധിച്ച പഴയന്നൂർ ഗ്രാമപഞ്ചായത്താണ് ഇന്ന് UDF ഭരിക്കുന്ന പഞ്ചായത്ത്. അതായത് ഞാൻ വിചാരിച്ചത് ഈ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആളുകൾക്ക് കുറച്ചൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് ബോധമുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ കേരളത്തിൽ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ UPA സർക്കാർ കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ നിയമത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളെ വന്നിട്ടുള്ളൂ. ഒരു മിനിറ്റ് വേലി കെട്ടിയ സ്ഥലത്ത് മതിൽ കെട്ടാൻ പറ്റില്ല എന്ന നിയമം തൊഴിലുറപ്പിൽ ഇല്ല. എൻ്റെ വേലി കെട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ എനിക്ക് സമ്പത്തുണ്ടെങ്കിൽ അതിൽ മതിൽ കെട്ടാം,
അതല്ലെങ്കിൽ അപ്പുറത്ത് എന്തും കേട്ടോ. അത് ആദ്യം ഒരു മിനിറ്റ് അവിടെ നിൽക്ക്, നിങ്ങൾ സംസാരിക്കാൻ പറഞ്ഞില്ലല്ലോ, ഒരു മിനിറ്റ് നിൽക്ക്. ഒന്നത് പിന്നെ അഴിമതിയുടെ കാര്യം ഇവർ പറയുന്നുണ്ട്. ഞാൻ അത് വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് ആവർത്തിക്കുന്നു. ആരെങ്കിലും പൊതുസമൂഹത്തിൽ പറയുന്ന നുണ ഏറ്റെടുത്ത് പറയാൻ അതല്ലാതെ ഇവർ എന്താണ് പണി ഉണ്ടായിരുന്നത് ഈ പഞ്ചായത്തിൽ? ഇവർക്ക് ഒരു അവിടെ ഒന്നല്ലെങ്കിൽ ഇവർക്ക് പ്രതിഷേധിക്കാം, പ്രതിഷേധ പ്രകടനം നടത്താം, ധർണ നടത്താം. ഇതിനും അപ്പുറത്തും വിവേചനക്കുറിപ്പ് എഴുതാം എന്നുള്ളൊരു പേജ് ഉണ്ട്. അത് ഇവർ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. അതും വേണമെങ്കിൽ ചെയ്യാൻ. അറ്റ്ലീസ്റ്റ് അതുപോലും എഴുതാത്ത ആളുകൾ ഈ 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇത് പറയുന്നതിൽ എന്താ അർത്ഥം? അങ്ങനെ പറയുകയാണെങ്കിൽ പഴയകാല 5 കൊല്ലം മുമ്പുള്ള ചരിത്രം കുറച്ച് പറഞ്ഞു തരാം. ഷീ ലോഡ്ജ് ഒരു അഗാധമായ ഗർത്തത്തിൽ ഒരു ഷീ ലോഡ്ജ് പണിതു. ഇന്ന് ലക്ഷക്കണക്കിന് ഉറുപ്പ്യ വെച്ചിട്ട് പോലും അത് താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ അതിനകത്ത് അതാ പറയണത്. അത് നന്നാക്കിയാൽ പോലും നന്നാവാതെ എല്ലാ പണിയും കഴിച്ചപ്പോൾ അതിനകത്ത് മണ്ണും ചളിയും മഴ പെയ്തപ്പോൾ അതിനകത്തോട്ടാ ഇവര് കണ്ടുപിടിച്ചതാ, ഇവരുടെ ഭരണകാലത്താ. അതിന്റെ അവസ്ഥ എന്താ? അത് അങ്ങനെ വെക്കേണ്ട ഒരു സ്ഥലത്തായിരുന്നോ? ഇനി ഇതിനേക്കാൾ വലിയൊരു സംഭവം പറഞ്ഞു തരാം. ലൈഫ് മിഷൻ നിങ്ങളൊന്ന് പോയി കാണണം. ഇവിടെ ഫ്ലാറ്റ് നിർമ്മിച്ചിട്ടുണ്ട്, പഴയന്നൂരിലാണ് ഫ്ലാറ്റ് നിർമ്മിച്ച്. ആ ഫ്ലാറ്റിൽ പകുതിയോളം ഫ്ലാറ്റിൽ ആളില്ല. വീടുകളുള്ള ആൾക്ക് തന്നെ ഈ ഫ്ലാറ്റ് കൊടുത്തു. അതിൽ ഐക്യകണ്ഠേന ഇവരുടെ തീരുമാനം ഉണ്ടായിരുന്നത് എന്താ? ഞങ്ങളുടെ ഭരണകാലത്ത് തന്നെയാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ 40 കുടുംബങ്ങളെ ഫ്ലാറ്റിന്റെ കഥ ഞാൻ പറഞ്ഞു, സ്വന്തമായി സ്ഥലമില്ലാത്തവരെ അവിടെ താമസിപ്പിക്കാൻ തീരുമാനിച്ചത്. ഞങ്ങൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഇറങ്ങി വന്ന് അതിൻ്റെ മെയിൻ്റെനൻസ് അത് സംസ്ഥാന ഗവൺമെൻറ് ഉദ്ഘാടനം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പഴയന്നൂർ ഗ്രാമപഞ്ചായത്താണ്. അത് പഞ്ചായത്തിനെ ഏൽപ്പിച്ചു കൊടുത്തു. പക്ഷേ നാളെ ഇതുവരെ ആയി അവരവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല. യാതൊരു കാര്യങ്ങളും അവിടുത്തെ കറണ്ട് ബില്ലടയ്ക്കണം, അവിടുത്തെ വെള്ളത്തിൻ്റെ ബില്ലടയ്ക്കണം. ഇതെല്ലാം പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ മെയിൻ്റെനൻസ് ചെയ്യണം. ഈ 5 വർഷക്കാലം അവിടെ നിങ്ങൾക്കറിയോ? അത് കളക്ടറുടെ നേതൃത്വത്തിൽ നിർമ്മിതിയാണ് പറഞ്ഞത്. നിർമ്മിതി ഞങ്ങൾ അന്വേഷിച്ചു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന് കൈമാറി സംസ്ഥാന ഗവൺമെന്റ്. പിന്നെ അതിന്റെ എല്ലാം പഴയന്നൂർ ഗ്രാമപഞ്ചായത്താണ് ചെയ്യേണ്ടത്. എന്നാൽ ഒരു കാര്യം ചോദിക്കട്ടെ, 5 കൊല്ലം നിങ്ങൾ വെച്ച 5 കൊല്ലത്തിൽ അനധികൃതമായ ആളുകളെ കിട്ടിക്കഴിഞ്ഞതിനെതിരെ ഞങ്ങൾ സംസ്ഥാനം കണ്ട് 10 പ്രാവശ്യം ലെറ്റർ അയച്ചു. ഇന്നേ വരെ അതിനെ തിരുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഇല്ലല്ലോ. സമയം തരാം, പറഞ്ഞോളൂ, മറുപടി പറഞ്ഞോളൂ. 5 കൊല്ലം ഈ ഫ്ലാറ്റിനെ സംബന്ധിച്ച് ഞങ്ങൾ 5 വർഷത്തിൽ പല പ്രാവശ്യം കമ്മിറ്റി തീരുമാനമെടുത്ത് സംസ്ഥാന ഗവൺമെന്റിന് കൊടുത്തു. അതിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റുകൾ വീടുകളുള്ള ആൾക്ക് ഫ്ലാറ്റിൽ കൊണ്ടിരുത്തിയാൽ ഇരിക്കില്ല. അത് വിവേചനം, അവരുടെ പ്രത്യേക വിവേചന അധികാരം വെച്ച് അന്ന് പരമാവധി സ്വന്തം ബന്ധുക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തതാ. ഇന്ന് താമസിക്കാൻ ആളില്ല. ആ ആളുകൾക്ക് പകരം അത് മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ സംസ്ഥാനത്തിന് തീരുമാനമെടുത്ത പഞ്ചായത്താ. നാളെ 5 കൊല്ലം കഴിഞ്ഞു, ഇന്നവരെ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത് മാത്രമല്ല, ഇവർക്ക് LDFന്റെ സംവിധാനം അനുസരിച്ച് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 25 സെക്രട്ടറിയോളം മാറി വന്നു. ഇന്ന് അവിടെ സെക്രട്ടറി ഇല്ല, ഇപ്പോഴും ഇല്ല സെക്രട്ടറി. ഒരു സെക്രട്ടറി വരാത്തതിന്റെ മെയിൻ കാരണം അഴിമതിയാണ്. അഴിമതി നടത്തിയിട്ട് മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ കെട്ടിവെക്കുന്നത് കൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാർ അവിടെ നിൽക്കാത്തത്. ഞാൻ പറയുന്നത്, എന്ത് പ്രശ്നമുണ്ടായാലും ഒരു പഞ്ചായത്തിൽ ഒരു സെക്രട്ടറി ഇല്ലാത്ത അവസ്ഥ കേരളത്തിലെ ഒരു പഞ്ചായത്തിലും ഉണ്ടാവാൻ പാടില്ല. അനാസ്ഥയാണ്. ഇതിനെ വിവേചനാധികാരം അവർ പരമാവധി ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ഉദ്യോഗസ്ഥന്മാർ അവിടെ നിൽക്കുന്നില്ല. അതിൻ്റെ മെയിൻ കാരണം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അഴിമതിയാണ്. കാരണം പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒരു കാര്യത്തിൽ മാത്രമേ രക്ഷയുള്ളൂ. ഉദ്യോഗസ്ഥന്മാരാണ് അതിൻ്റെ മുഴുവൻ പാപഭാരങ്ങൾ ഏൽക്കുന്നത്. ഇപ്പൊ അതിന് പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞു. ആര് പറഞ്ഞിട്ട് പിരിച്ചുവിട്ട്? ഓംബുഡ്സ്മാൻ പറഞ്ഞിട്ട് പിരിച്ചുവിട്ടത്. അത് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ PA ബാബു നേതൃത്വം നൽകുന്ന LDFന്റെ നേതൃത്വം ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇറക്കി വിട്ടത്. പിന്നെ ഇദ്ദേഹം പറഞ്ഞു സമരം നടത്തിയിട്ടില്ല പറഞ്ഞു. ഒക്ടോബർ 7-ന് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുന്നിലേക്ക് LDFന്റെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രതിഷേധം നടത്തിയതാണ്. ആ പ്രതിഷേധത്തിന് ഞങ്ങൾ അഭിനന്ദിച്ച കോൺഗ്രസ്സുകാരുണ്ട്. അവർക്ക് ആദ്യമായി ഞങ്ങൾ നന്ദി പറയുന്നു. അതോടൊപ്പം ഈ മാസം 7-ാം തീയതി ഞങ്ങളുടെ വാർഡ് തലത്തിൽ എല്ലാ വാർഡുകളിലും ഒരു പ്രതിഷേധ തൊഴിലുറപ്പ് തൊഴിലാളികൾ ധർണ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ കാരണമാണ് ഓംബുഡ്സ്മാന്റെ സോഷ്യൽ ഓഡിറ്റിൽ വന്നിട്ടുള്ള പരമാവധി തൊഴിലുറപ്പിൽ ഫുള്ള് അഴിമതിയാണ്. ഇപ്പോൾ തൊഴിലുറപ്പിൽ അഴിമതി പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും ഞങ്ങൾക്ക് എതിരെ വന്നു, ഇല്ല പറഞ്ഞു. കാരണം തൊഴിലുറപ്പിൽ അഴിമതി നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ സഹോദരൻ്റെ ബാങ്കിലേക്ക് പോയ അക്കൗണ്ടിൻ്റെ രേഖകളുണ്ട്. അപ്പം അങ്ങനെ തെളിവുകൾ കറക്റ്റായിട്ടുള്ളതാണ്.
തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇവർ പറയുന്ന അഴിമതി നടത്തിയിട്ടുള്ള ആളുകളെ പിരിച്ചുവിട്ടു എന്നുള്ള യാഥാർത്ഥ്യം സത്യമാണ്, നമ്മൾ മറച്ചു വെക്കുന്നില്ല. തൊഴിലുറപ്പിൽ അഴിമതി നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഞങ്ങൾ പിരിച്ചുവിട്ടിട്ടുണ്ട്. അതിന് അടുത്തത് കേൾക്കണം, അടുത്തത് കേൾക്കണം. ഒരു മിനിറ്റ് കേൾക്കണം. തൊഴിലുറപ്പിൽ കൊടുത്ത പരാതി അനുസരിച്ച് അഴിമതി നടത്തിയെന്ന് കണ്ടെത്തി അഴിമതി ഒരു മിനിറ്റ് പറയുന്നത് പിരിച്ചുവിട്ടു. അത് ആരെ പിരിച്ചുവിട്ടെന്നറിയോ? ആരെ പിരിച്ചുവിട്ടെന്നറിയോ? നിങ്ങൾ അതായത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ആ 2 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. അത് UDF-ന്റെ നേട്ടമായിട്ട് തന്നെ ഞാൻ പറയണു. ആ പിരിച്ചുവിട്ട ആളുകളെ അതിനു മുമ്പുള്ള LDF-ന്റെ ഭരണസമിതി പോസ്റ്റ് ചെയ്ത ആളുകളാ. അത് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് കൃഷ്ണകുമാറിനോട് ചോദിക്കാനുള്ളത് LDF-ന്റെ പ്രതിനിധിയോട്. അദ്ദേഹം നമ്മുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിനെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു. ഞങ്ങൾ 2020 ഡിസംബർ 21-ാം തീയതിയാണ് അധികാരത്തിൽ വന്നത്. ഈ 21-ാം തീയതി അധികാരത്തിൽ വരുമ്പോൾ പഞ്ചായത്തിൻ്റെ മുമ്പിൽ ഒരു ക്യാമറയുണ്ട്, നിരീക്ഷിക്കാനുള്ള ഒരു ക്യാമറ. അതിൻ്റെ തൊട്ട് വടക്ക് ഭാഗത്തായിട്ട് ഒരു മരമുണ്ട്. ആ മരത്തിൻ്റെ ചുവട്ടിൽ മുഴുവൻ മാലിന്യം കവറുകളിലാക്കി മാലിന്യം നിറഞ്ഞ സ്ഥലമായിരുന്നു അത്. ആ ക്യാമറ അവിടെ വെച്ചിരിക്കുന്നത് വർക്ക് ചെയ്യാത്ത ക്യാമറയായിരുന്നു. ആ ക്യാമറ മുഴുവൻ അവിടുന്ന് മാറ്റി ഞങ്ങൾ പുതിയ ക്യാമറ വെച്ച് ഇപ്പം നിങ്ങൾക്ക് ആർക്ക് ഏത് ചാനലിലേക്കും വേണമെങ്കിൽ പോയി നോക്കാം. ഇപ്പം അവിടെ പഞ്ചായത്തിൻ്റെ മുന്നിലോ എവിടെയെങ്കിലും മാലിന്യമുണ്ടോ? പഴയന്നൂർ ടൗണിലെ മാലിന്യമായിരുന്നു. ഞങ്ങൾ ഹരിത കർമ്മസേന വെച്ച് മുഴുവൻ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് പ്ലാന്റിലേക്ക് നോക്കി പഴയന്നൂരിനെ ശുചിത്വ പഴയന്നൂരാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. മാലിന്യം ഇപ്പൊ പുറത്തില്ല, പഞ്ചായത്തിനകത്താണ് മാലിന്യം. പുറത്ത് മാലിന്യമെല്ലാം നീക്കി പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരും വലിയ മാലിന്യമായിട്ട് തുടരുകയാണ്. ഇവിടെ തൊഴിലുറപ്പിന്റെ ഒരൊറ്റ കാര്യം മാത്രമാണ് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമാണ് ഇപ്പോൾ LDF-ന് പറയാനുള്ള ഒരു കാര്യം. അതുകൊണ്ട് വികസന കാര്യം പറയാൻ വേണ്ടി വികസനത്തിന്റെ കാര്യങ്ങളുമായി മുന്നോട്ട് വരാൻ പറയൂ. ഞങ്ങൾ എണ്ണി പറയാം. ഒരേ കാര്യം മാത്രം പറഞ്ഞ് അതിൽ ഊന്നി നിൽക്കാതെ നിങ്ങൾ വികസന കാര്യത്തിലേക്ക് വരൂ. ഞങ്ങൾ എണ്ണി പറയാം. പഴയന്നൂര് ബസ് സ്റ്റാൻഡ് ഉണ്ട്. ബസ് സ്റ്റാൻഡ് പണിത LDF. 5 ഏക്കറയിൽ വ്യവസായ പ്ലാന്റ് ഉണ്ട്, അത് പണിത LDF. ചേലക്കരയിൽ പഴയ ഇളനാടിലേക്ക് ബസ് സ്റ്റാൻഡിന് വേണ്ടി സ്ഥലം ഏറ്റെടുത്തു. ഇദ്ദേഹം പറഞ്ഞു ഇളനാട് കുഗ്രാമ പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ നാടാണ് പറഞ്ഞു, കുഗ്രാമാണെന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ നാടിനെ കുറിച്ച് പറഞ്ഞു. അതിൽ ഞങ്ങൾ പറയുന്നില്ല, അത് അദ്ദേഹത്തിന് മറ്റേ അറിവ് കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ആ ഇളനാട്ടിലേക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം LDF-ന്റെ ഭരണസമിതിയായിരുന്ന സഖാവ് ശോഭന രാജറേര് കാലാവധി കഴിയുന്ന ഫണ്ട് വകയിരുത്തിയതാണ്. ഇന്ന് വരെ ആ ഫണ്ട് വകി ഉപയോഗിച്ചുകൊണ്ട് ആ സ്ഥലം ഏറ്റെടുക്കാനോ അതിനുള്ള പ്രവർത്തനങ്ങളെ മുന്നോട്ട് പോകാനോ ഇതുവരെ അവർക്ക് സാധിച്ചിട്ടില്ല. പിന്നെ പഴയന്നൂർ അമ്പലനടയിൽ കാണുന്ന സിൽവർ ജൂബിലി മന്ദിരമുണ്ട്, അത് പണിതത് LDF. അതേപോലെ മിനി ഷോപ്പിംഗ് കോംപ്ലക്സ് പണിത് LDF. അങ്ങനെ പഞ്ചായത്തിന് വേണ്ട തനത് ഫണ്ട് മുഴുവൻ വ്യവസായ പാർക്ക്, അങ്ങനെ മുഴുവൻ വ്യവസായങ്ങളും പാർക്കുകളും തനത് ഫണ്ടുകൾ വരുത്തുന്ന ഭരണം പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ള LDF ആണ്. അതേപോലെ UDF എന്താണ് നടത്തിയിട്ടുള്ളത് ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഒട്ടനവധി കാര്യങ്ങൾ പഴയന്നൂർ പഞ്ചായത്തിൽ ഇപ്പം ഈ തൊഴിലുറപ്പിനെ തങ്ങി നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ വികസനം ചർച്ച ചെയ്യാനാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. തൊഴിലുറപ്പിലുള്ള കാര്യങ്ങൾക്ക് അതാ സമയങ്ങളിൽ പരിശോധിക്കാനുള്ള സംവിധാനം പഞ്ചായത്തിലുണ്ട്, അതനുസരിച്ച് നടക്കുന്നുണ്ട്. പക്ഷേ തൊഴിലുറപ്പിനെ നിയന്ത്രിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്താണ്. അതറിയാതെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോഴും പറയുന്നത്. തൊഴിലുറപ്പ് നിയന്ത്രിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്താണ്. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയേണ്ടത് അതിന് വരുന്ന എല്ലാ ഉത്തരവാദിത്വം ബ്ലോക്ക് പഞ്ചായത്തിനാണ്, പഞ്ചായത്തിനല്ല. അതുപോലെ തന്നെ നമ്മുടെ ടൗണിൽ പഴയന്നൂർ ടൗണിൽ ഓരോ ഇലക്ട്രിക് പോസ്റ്റിന്റെ ചോട്ടിലും മാലിന്യങ്ങൾ കൂമ്പ കൂട്ടിയിട്ട് ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗം വരണം, അത് ശുദ്ധീകരിക്കണമെങ്കിൽ. അതായിരുന്നു ഇടതുപക്ഷം പഴയന്നൂർ പഞ്ചായത്ത് ഭരിക്കുമ്പോണ്ടായിരുന്ന സ്ഥിതി. ഇന്ന് പഴയന്നൂർ പഞ്ചായത്തിൽ മാത്രമല്ല, എല്ലാ ഗ്രാമങ്ങളിലും ഹരിതസേനയെ സംഘടിപ്പിച്ചുകൊണ്ട് മാലിന്യം സംഘടിപ്പിച്ച് അത് സംസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 5 വർഷം ഇപ്പോഴോ സൈതാലിക അംസകൊക്കെ പറഞ്ഞു, ഈ 5 വർഷക്കാലമായി ഭരിച്ചിരുന്ന കോൺഗ്രസിൻ്റെ UDF നേതൃത്വത്തിലുള്ള ഭരണസമിതി തൊഴിൽ പദ്ധതി ആകെ ഇല്ലായ്മ ചെയ്യല്ല, അതിൽ കൊന്നു കൊല വിളിച്ചു. ഗ്രാമീണ റോഡുകളിലേക്ക് വേണ്ടുന്ന ഫണ്ട് മെയിൻ്റനൻസ് ഗ്രാൻഡ് വരെ പാഴാക്കി കളഞ്ഞു. ഈ പന്നി ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഈ ഫെൻസിംഗ് ഒക്കെ നടത്തിയ ഇളനാട് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടാണ്. പന്നി ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ സംസ്ഥാന സർക്കാർ സെക്രട്ടറിക്ക് ഉത്തരവ് കൊടുത്തിട്ടുണ്ട്.
അതിൻ്റെ ഒരു നടപടിയും എടുത്തിട്ടില്ല. ജലസേചന പദ്ധതികൾ, സുജൽധാര പദ്ധതി എന്ന് പറഞ്ഞ ജലസേചന പദ്ധതി നടപ്പാക്കാത്ത ഒരേ ഒരു പഞ്ചായത്ത് പഴയന്നൂരാണ്. പഴയന്നൂർ പഞ്ചായത്താണ്. കാർഷിക മേഖലയ്ക്ക് പൂട്ടുകോലി ഉൾപ്പെടെയുള്ള കാർഷിക മേഖല പൂട്ടുകോലി, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് അതിന്റെ പദ്ധതി നടപ്പാക്കാത്ത ഒരു മിനിറ്റ് അതിനൊരു മറുപടി എന്ന് പറഞ്ഞോട്ട് പഴയന്നൂർ പഞ്ചായത്തിൽ അല്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, 3 പേരെ ഷൂട്ടേഴ്സായി നിയോഗിക്കുകയും പന്നിയെ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിലവിൽ അവിടെ നടക്കുന്നത്. അതിനെ പിടിക്കുകയും അതിനെ സംസ്കരിക്കുകയും പന്നി 3 ഷൂട്ടർമാരെ വെച്ച് എവിടൊക്കെ എത്ര പന്നികളെ വെടിവെച്ചു കൊന്നു കുടിച്ചിട്ടു എന്ന് പറഞ്ഞു. 2ാം വാർഡിലത്തെ പറഞ്ഞാൽ ഞാൻ അതിന്റെ പൂർണ്ണമായ കണക്ക് ഞാൻ പിന്നെ തരാം. ഇപ്പൊ ആദ്യം പറഞ്ഞുതരാം. 2ാം വാർഡിലില്ല. ഞാൻ എളനാട് നിങ്ങൾ അറിയില്ലെങ്കിൽ നാളെ അങ്ങോട്ട് വരിക. എളനാട് ചോദ്യം ചോദിച്ചല്ലോ, മറുപടി പറയണ്ടേ? പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 13ാം വാർഡ് എളനാട് എന്ന പ്രദേശത്ത് ഒരു കർഷകനായ രാമകുമാർ എന്ന ആളുടെ നിർദ്ദേശം അനുസരിച്ച് അങ്ങോട്ട് വിട്ട ഷൂട്ടറാണ് ആദ്യമായി അവിടെ എളനാട് പന്നി വെടിവെച്ച്. 1. 2, എളനാട് വെള്ളടി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു പന്നിയെ വെടിവെച്ചു. അജി എന്ന് പറയുന്ന ആളായിരുന്നു പരാതിക്കാരൻ. നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയണം. ഇപ്പോൾ അതിൽ നടക്കുന്ന ഒരു പ്രക്രിയയും കൂടി ഇത് മനസ്സിലാക്കാതെ പോകാൻ വയ്യ. ഈ ഷൂട്ടറെ വെച്ച് കഴിഞ്ഞപ്പോൾ LDFന്റെ മെമ്പർമാരോട് അവിടെ പ്രചരിപ്പിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ഇനി പന്നി വെടി വയ്ക്കാൻ ആരും നമ്മുടെ വാർഡുകളിൽ വിളിക്കരുത്. വിളിച്ചാൽ പന്നി വെടി വെച്ചു എന്ന് പുറത്തറിയാതെ കാരണം ആരും വിളിക്കാൻ പറ്റില്ല എന്നാ. അത് പ്രചരിപ്പിക്കാനുണ്ട് ഇവരിവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അത് ഇതിലൊന്നും 14 വാർഡുണ്ട്. എന്റെ വാർഡ്, ഞാൻ താമസിക്കുന്ന വാർഡ് 2ാം വാർഡാണ്. കോൺഗ്രസിന്റെ മെമ്പറാണ്. ആ മെമ്പർ LDFന്റെ മെമ്പറാണെന്നാണ് ഇപ്പൊ പറഞ്ഞത്. അത് നല്ല കാര്യമാണ് വിചാരിക്കുന്നു. മെമ്പറെ, ഈ പന്നി വെടിവെക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം ഓർഡർ ഇങ്ങനെ കൈപ്പിടിച്ച് നടക്കുക. ആരെയാണോ എന്നെയാണോ വെടിവെക്കാൻ പറഞ്ഞത് ഉത്തരവിട്ട് എന്നൊരു എന്തോ ഒരു പ്രത്യേക സാഹചര്യം പഞ്ചായത്ത് അങ്ങനെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഹംസൊക്കെ പറഞ്ഞു ക്യാമറ. ഈ പഴയന്നൂരൊരു മോഷണം നടന്നു കഴിഞ്ഞ ദിവസം. മെമ്പറേ, പഴയന്നൂരിലെ SI പറയുകയാണ്, ഇതൊരു കുറച്ച് രൂപ കൊടുത്ത നന്നാക്കിയ ഞങ്ങൾക്ക് ആ മോഷ്ടാവാരെന്ന് പിടിക്കാം. 5 വർഷക്കാലമായിട്ട് ആ മെയിൻ്റനൻസിന് വേണ്ടി 1 രൂപ കൊടുക്കാത്തൊരു പഞ്ചായത്തിന് മെമ്പർ വംശക്ക പറയുകയാണ് ക്യാമറ അടിപൊളിയാണ് പോലും. ക്യാമറ ഇതവിടെ ശ്രീകുമാർ മെമ്പർ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഫ്ലാറ്റ് പരാജയമല്ലേ സാർ? അല്ല സാറേ, നിങ്ങൾ വഴിമാറി പോകണ്ട. നമുക്ക് അറ്റകുറ്റപ്പണി എങ്ങനെ ചെയ്യാം? ഒരാള് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആളുടെ മെയിനാളാ, അദ്ദേഹം ദിവസവും പരാതിയായിട്ട് പോവാ. ഇതൊന്ന് ശരിയാക്കി തരൂ, കുടിവെള്ളം ശരിയാക്കി തരൂ. അതൊന്ന് 5 വർഷം ഫ്ലാറ്റ് LDF സർക്കാർ കൊണ്ടുവന്നതാണ്. പഞ്ചായത്ത് ഭരിക്കുമ്പോൾ ഹെയർകോം എന്ന പദ്ധതിയാണ്, കയർക്കടക്കം വീടില്ലാത്ത കൊണ്ടുവന്ന പദ്ധതി. ആ പദ്ധതി LDFകാർ കൊണ്ടുവന്നുകൊണ്ട് അയ്യേ എന്ന്. ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതിയല്ലേ? അതെ, പറഞ്ഞോട്ടെ. അതായത് ഈ പന്നിയിൽ നിന്ന് തുടങ്ങി ഓടണ്ട. പന്നിയുടെ കാര്യം മുഴുവൻ കേൾക്കണം. ഒരു കാര്യം മുഴുവൻ കേൾക്കണം. സംസ്ഥാന ഗവൺമെന്റ് ഓർഡർ തന്നു. എന്താ ഓർഡറിൽ പറഞ്ഞിട്ടുള്ളതെന്ന് അറിയോ? അതറിയണം. സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള ഓർഡർ നിങ്ങൾ അറിയണം. പന്നിയെ പിടിക്കാൻ ഷൂട്ടറെ നിശ്ചയിക്കണം. ആ ഷൂട്ടർ വരണം. പന്നിയെ കാണുമ്പോൾ അവരെ വിളിക്കണം. വിളിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ മെമ്പറെ വിളിക്കണം. മെമ്പറെ വിളിച്ചിട്ട് പഞ്ചായത്ത് മെമ്പർ വരണം. ഈ പന്നിയെ വെടിവെക്കുമ്പോൾ ദൃക്സാക്ഷിയാവണം. ഫോറസ്റ്റ് ഓഫീസറെ വിളിക്കണം. അതുവരെ പന്നി അവിടെ നിർത്തണം. ഇതാണ് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്ത ഓർഡർ. നാണം ഉണ്ടോ നിങ്ങൾക്ക്? നാണം ചെറുതുരുത്തി ഗ്രാമപഞ്ചായത്തിലെ 101 പന്നികളെ കൊന്നുണ്ട്. അതും ഇതേ നിയമം നിങ്ങൾ പറഞ്ഞ നിയമം പറ്റില്ല. ഇത് കൂടാണ്ട് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഒരു കാർഷിക മേഖലയാണ്. അതിന്റെ കൂടെ അടിയിൽ എഴുതിയിട്ടുണ്ട് ഫോറസ്റ്റ് ഓഫീസിലോ ഫോറസ്റ്റിന്റെ സ്ഥലത്തെ വെച്ച് പന്നി വെടിവെക്കാനും പറ്റില്ല. എവിടെയാണോ പോയി വെടിവെക്കുന്നത്? പഴയന്നൂർ പഞ്ചായത്തില് നടന്ന് പന്നികളെ വെടിവെച്ചു എന്ന് പറഞ്ഞ സുഹൃത്ത് ഇപ്പൊ പറയാണ്
സർക്കാരിന്റെ നിയമം അനുസരിച്ച് വെടിവെച്ചിട്ടില്ലാന്ന്. അപ്പൊ എങ്ങനെ എല്ലാവർക്കും വെടിവെച്ച്? നമസ്കാരം. പന്നീന്റെ ഫോട്ടോ എടുത്തിട്ട് നമ്മളെ ഫോട്ടോ 1.5 മാസം ആണ് നടന്നിട്ട് വെടിവെച്ചത്. സർക്കാരിന്റെ നിയമപ്രകാരം 2 പന്നിയാണ് കിട്ടിയത് ഈ പഞ്ചായത്തിൽ. ഇവിടെ ഒരു അവരുടെ നിയമം. തദ്ദേശം പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി ധൈര്യം കാണിച്ച അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ച പ്രസ് ക്ലബിനോട് നന്ദി പറയുകയാണ്. കാരണം എന്താ വെച്ചാൽ എന്താണ് വികസനം, എന്തൊക്കെ വികസനം നടന്നു എന്ന് അറിയാത്ത കുറേ ആളുകൾ അവർക്ക് അറിയാനുള്ള ഒരു അവസരം കൂടി ലഭിച്ചു. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട അവതാരകൻ തുടങ്ങി വെച്ചത് പഴയന്നൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷം എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്തി അതിന് മറുപടി പറയാൻ പ്രതിപക്ഷത്തിന് അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഇവിടെ 2 മണിക്കൂർ 2.5 മണിക്കൂർ നമുക്ക് തരുമ്പോൾ പഴയന്നൂർ പഞ്ചായത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ലിസ്റ്റ് വായിക്കാൻ തന്നെ നമുക്ക് അതിന് സമയം കിട്ടുമെന്നുള്ള സംശയമാണ്. ഇവിടെ പകുതി പോലും നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞില്ല. ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രിയപ്പെട്ട അവതാരകൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ UDFനെ നയിച്ച കഴിഞ്ഞ 40 വർഷക്കാലം നേതൃത്വം കൊടുത്ത ഒരാളാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. സംസ്ഥാന പ്ലാനിംഗ് ബോർഡിലെ മികച്ച 2 ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ തെരഞ്ഞെടുത്ത ബഹുമാന്യയായ സംസ്ഥാന സർക്കാരിൻ്റെ 2 പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ഒരാളാണ് CPK മുരളി. അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അല്ലാണ്ട് 25 കൊല്ലം പഞ്ചായത്ത് മെമ്പറായത് 25 അല്ല, അപ്പം 38 കൊല്ലമായി. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയാറുള്ളത്, ഇവിടെ ലിസ്റ്റ് അല്ലല്ലോ, ഇത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളുടെ മൂത്ത സഖാക്കളോട് ചോദിച്ചു നോക്ക്. ഇനി വേറൊരു കാര്യം പറഞ്ഞത്, എൻ്റെ അയൽപക്കാണ് ശ്രീ കൃഷ്ണകുമാർ, എൻ്റെ തൊട്ട അയൽപക്കാണ്. പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിൻ്റെ കുടുംബവാഴ്ച എന്നാണ് പറയുന്നത്. ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് 5 സഹോദരന്മാരുണ്ട്. 5 ആളും പൊതുപ്രവർത്തകരാണ്. ഈ 5 ആളും അദ്ദേഹത്തിന് കുടുംബവും പൂർണ്ണ പിന്തുണ കൊടുക്കുന്നുണ്ട്. ഇതല്ലാണ്ട് 2 അംഗങ്ങളുള്ള ഏതെങ്കിലും സഖാക്കൾ പരസ്പരം സൗഹാർദ്ദത്തോടു കൂടി ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട് പറഞ്ഞാൽ ഞാൻ അവരുടെ മുമ്പിൽ നമ്പിക്കാം. നമ്മൾ ചർച്ച വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമുക്ക് അടുത്ത 5 വർഷത്തേക്ക് ഞാൻ പറയുന്നത് ഒരു സെക്കൻഡ് പറഞ്ഞോളൂ. ഞാൻ പറയുന്നൊരു കാര്യം, ഞാനിവിടെ സൂചിപ്പിച്ചു ചില കാര്യങ്ങൾ. അതായത് കുടുംബശ്രീ പദ്ധതിയിലൂടെ കേരളത്തിൽ 309 ചെറുകിട സംരംഭങ്ങൾ തുടങ്ങിയ പഞ്ചായത്ത് പഴയന്നൂരാണെന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടി പറയാൻ ഇവർ തയ്യാറല്ല. പിന്നെ ഇനി പറയട്ടെ, അതായത് നിങ്ങൾ സംസ്കരണ യൂണിറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ സംസ്കരിച്ച് വളമുണ്ടാക്കി വിൽപ്പന നടത്തിയ പഞ്ചായത്തും പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പറഞ്ഞാൽ ഇവർക്ക് മറുപടിയില്ല. കാരണം ഇത് സംസ്കരിക്കാതെ വളം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ വളം ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചതും ഈ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് തന്നെയാണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇവിടെ അല്ല ജീവിക്കുന്നതാണ് ഞാൻ പറയുന്നത്. നിങ്ങളിതൊന്നും മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ ആകെ ഉണ്ടാക്കിയ അവിടുത്തെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഷീലോച്ചിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവർക്ക് പറയാനില്ല, നിങ്ങൾക്ക് ലൈഫ് മിഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മിണ്ടാനില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അംഗൻവാടികളെ നിങ്ങളുടെ ദൃശ്യത്തിൽ കാണാൻ പറ്റുന്ന മറുപടി ഉണ്ടോ? അത്തരം ഒട്ടനവധി പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാനില്ല. ഒരു സെക്കൻഡ്, ഈ മാലിന്യങ്ങൾ ഏറ്റവും കൂടുതൽ വിറ്റു പഞ്ചായത്തിന് എന്ന് പറഞ്ഞില്ലേ, അതിനെ പറ്റിയിട്ട് നിങ്ങൾ എന്താ പറയണം? വളമാക്കിയിട്ട് മാലിന്യം വളമാക്കി വിറ്റു. അതെ, അത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. കഴിഞ്ഞ LDFന്റെ ഭരണസമിതിയുടെ കാലത്ത് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയായിട്ട് അവിടെ ടൗണിൽ നിന്നും മറ്റും പഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കൃത്യമായി ദിവസം അത് ശേഖരിച്ച് അത് കോടത്തൂർ എന്ന ഒരു പ്രദേശത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ടാക്കി ആ പ്ലാന്റിൽ ഇത് സംസ്കരിച്ച് അത് വളമാക്കി പഞ്ചായത്ത് വിറ്റതിന് ഏറ്റവും കൂടുതൽ ഇത് മാതൃകാപരമായി നടപ്പിലാക്കിയ പഞ്ചായത്തിനുള്ള അവാർഡ് കിട്ടിയ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് 2021 ശേഷം ആ പ്രവർത്തനം 1 വർഷക്കാലെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് UDFന്റെ ഭരണസമിതി പറയണം. കൃഷ്ണകുമാരായിട്ട് പറഞ്ഞതിനുള്ള ഒരു മറുപടി നിങ്ങൾക്കറിയോ? ഈ സംസ്ഥാനത്ത് തന്നെ നമ്മളെല്ലാവർക്കും ഏറ്റവും പ്രയാസകരമായി സാധാരണക്കാരന് ഏറ്റവും ബുദ്ധിമുട്ട് നിൽക്കുന്നതാണ് കുടിവെള്ള പദ്ധതി. ഈ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ കേന്ദ്രത്തിൻ്റെ ജലജീവൻ മിഷൻ പദ്ധതി വേണ്ട,
ഞങ്ങൾ കുടിവെള്ള പദ്ധതിയിൽ സ്വയം പ്രാപ്തരാണ് എന്ന് പറഞ്ഞ ഏക ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് പഴയന്നൂരല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓരോ പഞ്ചായത്തിലേക്ക് പോകുമ്പോൾ റോഡുകൾ ഇങ്ങനെ വെട്ടിപ്പൊളിച്ച് നടക്കാൻ പോലും ആശുപത്രിക്ക് പോകാൻ പോലും പറ്റാതെ കിടക്കുക. എന്താ കാരണം? അവിടെയെല്ലാം ഈ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിക്ക് വേണ്ടി റോഡ് പൊളിച്ചിട്ടിരിക്കുക. വെള്ളവുമില്ല, റോഡുമില്ല. ഇവിടെ 24 വാർഡുകളിലും കാലത്ത് 6 മണി മുതൽ സമയം നിശ്ചയിച്ച സമയത്ത് ടാപ്പ് തുറന്ന വെള്ളം വരുന്ന ഏക പഞ്ചായത്താണ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത്. ഏക പഞ്ചായത്ത്. അതാരാ? PK മുരളീധരൻ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി സമരത്തിലൂടെ ഈ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിലേക്ക് 40 വർഷം മുമ്പ് കടന്നു വന്ന കാലത്ത് നടപ്പിലാക്കിയ പദ്ധതി തൊട്ട് നിങ്ങൾ ഇന്നും പരിശോധിച്ചോ. ഈ ചേലക്കര മണ്ണിൽ നിന്നിട്ട് ഞങ്ങൾ പറയുന്നത്, ഈ സംസ്ഥാനത്ത് കൃത്യമായി ഒരു സ്ഥലത്തുമില്ലാത്തത് ടാപ്പ് തിരിച്ചാൽ ഓരോ വീട്ടിലും വെള്ളം വരുന്ന ഏക പഞ്ചായത്ത് പഴയന്നൂർ ഗ്രാമപഞ്ചായത്താ. ഒരു തർക്കവും ഉണ്ടായില്ല, ഒരു തർക്കവും. അതെ, ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത ഒരു പദ്ധതി, കുടിവെള്ള പദ്ധതി. ഒരു മിനിറ്റ്. നമസ്കാരം, എൻ്റെ പേര് അരുൺകുമാർ, മാതൃഭൂമി ലേഖനാണ്. ചേലക്കര പ്രസ് ക്ലബിന് വേണ്ടിയിട്ടാണ് ചോദ്യം. 2 പ്രതിനിധിയേ ഉള്ളൂ, NDA പ്രതിനിധി ഇല്ല. ഇപ്പോൾ 2 പ്രതിനിധികളും മറുപടി പ്രതീക്ഷിക്കുന്നു. ചോദ്യം: ഏറ്റവും കൂടുതൽ യുവാക്കൾ നമ്മുടെ മേഖലയിൽ കടന്നു വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് സ്പോർട്സ് ഹബ്ബ് എന്ന ആശയം നമ്മൾ ഉന്നയിക്കുകയാണ്. അതിനുവേണ്ടി ഈ 5 വർഷം എന്ത് ചെയ്തു, ഒപ്പം തന്നെ വരാനിരിക്കുന്ന 5 വർഷം നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. 2, അഗ്നിരക്ഷാസേന യൂണിറ്റ് മലയോര മേഖല ഏറ്റവും കൂടുതലുള്ള പട്ടികവർഗ പട്ടികജാതി ഉന്നതികൾ ഉൾപ്പെടെയുള്ള ഒരു മേഖലയാണ്. ഏറ്റവും കൂടുതൽ വന്യജീവികൾ ഇറങ്ങുന്ന പ്രദേശം കൂടിയാണ്. അഗ്നിരക്ഷാസേന യൂണിറ്റ് എന്നതിനെ സംബന്ധിച്ച് നിങ്ങളുടെ വാഗ്ദാനങ്ങളിൽ ഉൾപ്പെടുത്തുമോ? അതിനെ സംബന്ധിച്ച് കൂടി വിവരിക്കണം. താങ്ക് യു. രണ്ട് കൂട്ടരും മറുപടി പറയാനുള്ളൂ അല്ലേ? ഓക്കെ. ഞങ്ങൾ ഗ്രാമപഞ്ചായത്തിലെ LDF ഭരണസമിതി ഭരിക്കുമ്പോൾ കൃത്യമായി യുവാക്കളെ കായികപരമായി പരിപോഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിനുമായി കൃത്യമായ കേരളോത്സവം സംഘടിപ്പിച്ച് കൃത്യമായി രജിസ്റ്റേർഡ് നടത്തിയ ക്ലബ്ബുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഭാഗമായി സ്പോർട്സ് കിറ്റ് കൊടുക്കുന്ന സമയം സ്വീകരിച്ചു. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യത്തിന് 5 വർഷക്കാലം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കേരളോത്സവം സംഘടിപ്പിക്കാൻ വേണ്ടി പഴയ ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തേണ്ട ഒരു അവസ്ഥ കായിക താരങ്ങളെ വെച്ച് DYFI സംഘടിപ്പിക്കേണ്ടി വന്നു. അത് ഞങ്ങൾ സമരം നടത്തിയില്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഈ ഗേറ്റിന് പുറത്തേക്ക് പോകില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഭാഗമായി അവർ നടത്താൻ തയ്യാറായാണ്. ബ്ലോക്ക് പഞ്ചായത്തിന് മുമ്പ് നടത്തണം. അല്ല, ചോദ്യത്തിനുള്ള മറുപടി സ്പോർട്സ് ക്ലബ്ബാണ്. അത് പറഞ്ഞുതരാം. അരുൺ പറഞ്ഞതിന് ഞാൻ ചോദിക്കുന്നു. കായിക മേഖല എന്ന് പറയുന്ന യുവത്വമാണ്, കേരളത്തിലെ യുവത്വമാണ്. ഗ്രാമീണ മേഖല വളർന്നു വരുന്ന കായിക താരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പഴയന്നൂർ മേഖലയിൽ ആധുനിക രീതിയിലുള്ള ടർഫ് സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കും. അടുത്ത ചോദ്യത്തിന് ഉത്തരം. അതുപോലെ അഗ്നി സംരക്ഷണ പറഞ്ഞല്ലോ. ഞങ്ങൾ പറഞ്ഞു പഴയന്നൂർ നമ്മുടെ ഒരു ചേലക്കര മേഖല എന്ന് പറയുന്നത് ഒരുപാട് വനമേഖലയും അതുപോലെ എത്തിപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു മേഖലയാണ്. നിരവധിയായ ആവശ്യങ്ങൾ ഞങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ള സ്ഥലം പഴയന്നൂരുണ്ട്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ അഗ്നിസംരക്ഷണയ്ക്ക് വേണ്ടിയുള്ള ഓഫീസും കെട്ടിടങ്ങളും പണിയുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ മുന്നേ കൂട്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അതുപോലെ കായിക മേഖല, അരുൺ പറഞ്ഞതുപോലെ കായിക മേഖലയ്ക്ക് വേണ്ടുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും പഴയന്നൂരും എളനാടും ഉണ്ടാകും. ഈ ചോദിച്ചതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അതിനുശേഷം നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ് സെഷൻ. മേളയിലൊക്കെ തന്നെ നിലവിൽ ഈ കഴിഞ്ഞ 5 വർഷം പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് വലിയ സപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ കായികമേള നടത്തിയതിൽ നമ്മളുടെ പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായി ബ്ലോക്ക് അടിസ്ഥാനത്തിൽ 1ാം സ്ഥാനം കിട്ടിയ പഞ്ചായത്ത് പഴയന്നൂർ ഗ്രാമപഞ്ചായത്താണെന്ന് എൻ്റെ മുമ്പിലിരിക്കുന്നവർ മറക്കണ്ട. അത് ഞങ്ങളുടെ 5 വർഷത്തെ അവരോടുള്ള സപ്പോർട്ടും ചേർത്ത് നിർത്തലിൻ്റെ ഭാഗമായി കിട്ടിയിട്ടുള്ളതാണ്. ഇനിയും ഞങ്ങൾ അടുത്ത വരുന്ന 5 വർഷത്തിൽ ഞങ്ങൾ ഭരണത്തിലേറുമ്പോൾ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന സ്കൂൾ തലത്തിൽ അത്തരം കഴിവുള്ള സ്കിൽഡായിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുകയും അവർക്ക് ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രത്യേക ട്രെയിനെ വെച്ചിട്ടുണ്ട്. എളനാട് മേഖലയിൽ ഇപ്പം നമ്മളുടെ സ്കൂളിൽ, അതുമാതിരി തന്നെ പഴയന്നൂർ സ്കൂളിലൊക്കെ തന്നെ കലയ്ക്കൊപ്പം കായികമായും ഫിസിക്കലായിട്ടുള്ള ആളുകൾക്ക് ട്രെയിനിയായി ഞങ്ങൾ ആളുകളെ വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. അത് ഞങ്ങൾ ഇവരുടെ കായിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം അത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് ക്ലബ്ബുകൾ ഉണ്ടാക്കി, ഓരോ വാർഡടിസ്ഥാനത്തിൽ ക്ലബ്ബുകൾ ഉണ്ടാക്കി ഞങ്ങൾ അതിനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാൻ. രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. രണ്ടാമത്തെ ഉത്തരം ഞങ്ങൾ പറയാതെ പോകാൻ കഴിയില്ല. കാരണം
ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇപ്പോൾ തന്നെ ഈ അഗ്നിയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വനമേഖലയിലുള്ള വിഷയത്തിൽ ഞങ്ങൾ ഈ 5 വർഷം ഒട്ടനവധി ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് അതിന് അതിർത്തിയിലെല്ലാം ക്ലീൻ ചെയ്ത് അവിടെ അടിച്ചു മാറ്റി ചപ്പ് മാറ്റി കത്തിച്ച് വൃത്തിയാക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ നടത്തുന്നുണ്ട്. അത് കാര്യക്ഷമമായി അടുത്ത പ്രാവശ്യം വാട്ടർ ബണ്ടിങ് എന്ന സംവിധാനം ഉപയോഗിച്ച് അതിൻ്റെ അതിർത്തിയിലൊക്കെ വെള്ളം കെട്ടിനിൽക്കുന്ന രീതിയിലുള്ള വാട്ടർ ബണ്ടിങ് സംവിധാനം കൊണ്ടുവരാനും കൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഫയർ സ്റ്റേഷനാണ്. ഫയർ സ്റ്റേഷൻ നിലവിൽ നമ്മൾ അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ, അതിനുള്ള സ്ഥലമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം പരിപാടിക്ക് കൂടി ഊന്നൽ നൽകുമെന്ന് കൂടി നമ്മൾ അറിയിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷം പഴയന്നൂർ പഞ്ചായത്തിലെ കാർഷിക മേഖലയ്ക്ക് വേണ്ടി എന്ത് പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്? ഇനി അടുത്ത ഇത് 2 കക്ഷികളോടും ചോദിക്കുന്നുണ്ട്. ഇനി വന്നാൽ കാർഷിക മേഖലയ്ക്ക് നിങ്ങൾ എന്തെല്ലാം ചെയ്യും? അത് UDF ആയാലും LDF ആയാലും. രണ്ടാമത്, ഏറ്റവും കൂടുതൽ എളനാട് ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് പത്രക്കാർക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രശ്നം ഒന്ന് വന്യജീവിയുടെ ആക്രമണമാണ്. മലയോര മേഖലയാണല്ലോ. അപ്പോൾ അതിന് എന്ത് നടപടിയാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്? അതുപോലെ തന്നെ ഈ നിയമസഭയും ലോകസഭയും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്താണ്, നമ്മുടെ LDFൻ്റെ ഭാഗത്താണ്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് എന്താണ് ഉണ്ടായിട്ടുള്ളത്? ജനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ എന്തൊക്കെ പദ്ധതികളാണ് രണ്ടുപേരും ആവിഷ്കരിച്ചത് എന്നറിഞ്ഞാൽ നന്നായിരുന്നു. നമ്മൾ ഈ ചോദ്യത്തോടു കൂടിയിട്ട് ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഉത്തരം പറയാനുള്ള അവസരം 2 പേർക്കും തരുന്നതാണ്. അപ്പോൾ തരുമ്പോൾ ആ ചോദ്യത്തിനുള്ള 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയുക. അതോടുകൂടി അടുത്ത 5 വർഷത്തേക്ക് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ്, പദ്ധതികൾ എന്തൊക്കെയാണ് എന്ന് ചുരുക്കി പറയേണ്ടതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് പഴയന്നൂർ പഞ്ചായത്തിനാണ്. 2 പദ്ധതികളേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ സമയമെടുത്തത് പഴയന്നൂരിനാണ്. ചുരുക്കി പറയണം. ഈ കാർഷിക മേഖലയ്ക്ക് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്ത് ചെയ്തു എന്ന 2 ചോദ്യമാണ് ഉന്നയിച്ചത്. എന്ത് ചെയ്തു എന്നുള്ളതിന് നമ്മൾക്ക് ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന ഒരു കാർഷിക ബാങ്ക് അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ഉള്ളത് പഴയന്നൂരാണ്. ഒട്ടനവധി സബ്സിഡി കൊടുത്തുകൊണ്ട് വളം ജനങ്ങൾക്ക്, ഈ കൃഷിക്കാർക്ക് സപ്ലൈ ചെയ്യാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥത മൂലം നമ്മളുടെ ഭാഗത്തുള്ള നെല്ല് സംഭരിക്കാനും റബ്ബർ സംഭരിക്കാനും ഒന്നും കഴിയാത്ത സാഹചര്യം നമ്മൾ മനസ്സിലാക്കുന്നു. അത് ഈ പഴയന്നൂരിലെ മാത്രം വിഷയമല്ല. ആഗോളമായി കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ മൊത്തം എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ദൈനംദിന TV-കളിലും മാധ്യമങ്ങളിലും ന്യൂസുകളിലൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. അതിന് ഒരു പ്രത്യേകത അനുമതിക്ക് വേണ്ടി ഈ സൊസൈറ്റിയിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ സംഭരിക്കുന്നതിന് വേണ്ടി അടുത്ത 5 വർഷത്തേക്കുള്ള പദ്ധതികൾ എന്തൊക്കെയാണെന്നുള്ളത് പറയും. 5 വർഷത്തിലേക്ക് അതിലേക്ക് നമ്മൾ അത്തരം സംഭരിക്കാൻ വേണ്ടിയുള്ള അതിന് അനുമതി തേടാൻ സംസ്ഥാന ഗവൺമെൻറ്റുമായി തീരുമാനിച്ച് അത് കിട്ടിയാൽ ഇവിടുത്തെ എല്ലാ കർഷകരെയും കാർഷിക വൃത്തിയിലുള്ള ഉൽപ്പന്നങ്ങൾ ആ സൊസൈറ്റി മുഖാന്തരം എടുത്ത് അവർക്ക് നല്ല പൈസ കൊടുക്കാനും അതിന് വേണ്ട സപ്പോർട്ട് ഉണ്ടാക്കാനും. അടുത്ത 5 വർഷത്തേക്ക് നിങ്ങൾ എന്ത് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും ജനങ്ങളെ അഭിമുഖീകരിക്കാൻ? ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ 5 വർഷത്തെ വികസനം പറയേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ വരുമ്പോഴത്തെ ഒരു കാര്യം സൂചിപ്പിച്ചു. ചിത്രം വരയ്ക്കാൻ ഒന്നുമില്ലാത്ത റോട്ടിൽ നിന്നും ഞങ്ങൾ ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു വികസന ജാഥ നടത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ജനങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഇതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ ചേലക്കര പഞ്ചായത്തും അടുത്ത പഞ്ചായത്തുകളിലൊക്കെ പോകുന്നതാണ്. ഇപ്പോൾ ജലജീവൻ മിഷൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒറ്റ റോഡ് പോലും അവിടെ പൊളിയാത്തതില്ല മറ്റുള്ള പഞ്ചായത്തിൽ. അതായത് നമ്മളുടെ അടുത്ത 5 വർഷത്തേക്ക് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്? ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികൾ എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിൽ വൻ കുതിപ്പുണ്ടാക്കാൻ ഞാൻ പറഞ്ഞ ഇത്തരം മേഖലയിലൂടെ നമ്മൾക്ക് കഴിയും. അതുപോലെ തന്നെ തൊഴിലവസരം സൃഷ്ടിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു 50 ഏക്കർ സ്ഥലം എടുത്ത് അതിനെ ഒരു കമ്പനി ആക്കി മാറ്റി. അത് കമ്പനി മീൻസ് അതിനെ നമ്മളുടെ കമ്പനികൾ വരുവാനുള്ള രീതിയിലുള്ള പുരോഗമനം നടത്തി വ്യവസായ പാർക്കുണ്ടാക്കി. ആ വ്യവസായ പാർക്കിൽ വരുന്ന അതിലെ സ്ഥലങ്ങൾ മറ്റുള്ള ആളുകൾക്ക് കൊടുത്ത് അതിലെടുക്കുന്ന കമ്പനിക്കാരുമായി പഞ്ചായത്ത് ഒരു ടൈപ്പ് ഉണ്ടാക്കി. അത് ആദ്യത്തെ 1 കൊല്ലം ടാക്സ് ഇല്ലാതെ ഫ്രീ ആയി കമ്പനി നടത്താനും 3 വർഷം കൊണ്ട് ഫുൾ ടാക്സ് ആയ കമ്പനി നടത്താനും, അത്തരം കമ്പനികൾ നടത്തുമ്പോൾ അതിൽ 50% സ്കിൽഡ് ലേബേഴ്സിനെ ഈ പഞ്ചായത്തിൽ നിന്ന് എടുക്കാനും, അത്തരം എടുക്കുന്നത്
മൂലം ആ പഞ്ചായത്തിലെ വലിയൊരു വിഭാഗങ്ങൾക്ക് ജോലി കിട്ടും. അതുകൊണ്ട് സ്വയം പര്യാപ്തത അത് കൃത്യമാണ്. അടിസ്ഥാന വികസനത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാ ചെയ്യാമോ? അടിസ്ഥാന വികസനം എന്ന് പറയുന്നത് കഴിഞ്ഞ 18-നേക്കാൾ കൂടുതൽ വൃത്തിയുള്ള ഒരു ടൗണാക്കി മാറ്റാൻ ഈ പ്രദേശം നമ്മളുടെ പഴയന്നൂർ പഞ്ചായത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനും അപ്പുറം ഗ്രീൻ സിറ്റി എന്ന് യാഥാർത്ഥ്യമാക്കുന്ന രീതിയിൽ ചെറുകിട ടൗണുകളിലെല്ലാം വേസ്റ്റായി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ ചെറുകിട പാർക്കാക്കി ആളുകൾക്ക് വന്നിരിക്കാനും രസിക്കാനും സന്തോഷിക്കാനും അതുപോലെ തന്നെ നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കാനുമാണ് ഞങ്ങളുടെ പ്രത്യേക ഊന്നൽ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ഫോൺ നോക്കിയത് ഞാൻ എന്താണെന്നറിയാം, ഹൈക്കോടതിയിൽ നിന്നൊരു സ്റ്റേ ഓർഡർ വന്നിട്ടുണ്ട്. ഇവരുടെ വികസനത്തിൻ്റെ പഴയ പഞ്ചായത്ത് നടത്തിയ വികസനത്തിൻ്റെ ഒരു പൊൻതോവൽ ഹൈക്കോടതിക്ക് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായ ശ്രീ രമ്യ വിനീതിനടക്കമുള്ള നിയമനം, അംഗൻവാടിയിൽ നിയമനം ഹൈക്കോടതി താൽക്കാലികമായി റദ്ദാക്കിയിരിക്കുന്നു. അഴിമതിയാണ്, സ്വജനപക്ഷപാതമാണ്. അടുത്ത 5 വർഷത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ കർഷകരോട് ഞാനൊരു എൻ്റെ കുറച്ച് വാക്ക് സംസാരിക്കാൻ അവസരം തരണേ. കർഷകരെ കുറിച്ച് പറഞ്ഞു. നെൽകർഷകരാണ് നമ്മുടെ പഴയ മേഖലയിലുള്ളത്. അത് ഞാൻ പറയട്ടെ പോലെ പറയട്ടെ. സമയം എന്നോടല്ലേ ചോദിച്ചത്, തങ്ങളോടല്ലോ. പറയൂ. അപ്പോൾ കർഷകരോടാണ്. നെൽകർഷകരുള്ള സ്ഥിതി ഒരു മേഖലയാണ്. റബ്ബർ കർഷകരുണ്ട്, പച്ചക്കറി കർഷകരുണ്ട്. ഇളനാട് മേഖലയാണ് റബ്ബർ പച്ചക്കറി കർഷകർ. അവരെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പഞ്ചായത്ത് ഉപരിച്ചാൽ ഞങ്ങൾ സ്വീകരിക്കും. പൂട്ടുകൂലി ഉൾപ്പെടെ സമയബന്ധിതമായി പൂട്ടുകൂലി ഉൾപ്പെടെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ റബ്ബറിനുമെല്ലാം, തെങ്ങിനും റബ്ബറിനുമെല്ലാം നെല്ലിനുമെല്ലാം താങ്ങുവില ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം കൃത്യമായി കൊടുക്കാൻ സാഹചര്യം. അതുപോലെ തന്നെ നെൽ കർഷകരെ സഹായിക്കുന്ന സമീപനം ഞങ്ങൾ സ്വീകരിക്കും. ക്ഷീരമേഖല സാധാരണ സ്ത്രീ തൊഴിലാളികളെല്ലാം വസിക്കുന്ന ക്ഷീരമേഖല ഞങ്ങൾ വൃത്തിയായി കൈകാര്യം ചെയ്യാൻ വേണ്ടി നടപടി സ്വീകരിക്കും. അടിസ്ഥാന വികസനത്തിന് വേണ്ടി പഴയ ഗ്രാമപഞ്ചായത്ത് വന്യജീവി ആക്രമണം വലിയ രീതിയിൽ നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ ഇളനാട് മേഖല സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഫെൻസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എള്ളൂത്തിപ്പാല വരെയുള്ള മേഖലകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഫെൻസിങ്ങിന് അവസാന സംസ്ഥാന പദ്ധതിയാണ്. അതുപോലെ തന്നെ പഴയന്നൂർ മേഖലയിലും ഇളനാട് മേഖലയിലും കർഷകരെ ബാധിക്കുന്ന ഏറ്റവും വലിയ വിഷയമാണ് വന്യജീവി മേഖല. സാറേ, ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. ഈ വന്യജീവി അതിനെതിരെ ഒരു ഫെൻസിങ് നടക്കുന്നു എന്ന് പറഞ്ഞു. ഒന്നാമത് മറ്റുള്ളവരുടെ ഒന്നും നമ്മൾ ഏറ്റെടുക്കേണ്ടതില്ല. അതിന്റെ യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പറയാതെ പോകാൻ കഴിയില്ല. അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ 26 ലക്ഷം രൂപ അനുവദിച്ച് നമ്മളുടേതാണെന്ന് ഏറ്റു നടക്കുന്ന ചില ആളുകളാണ്. അതില് ടെൻഡർ കൊടുത്തിട്ടുള്ളത് അഡ്കോ എന്ന് പറയുന്ന സൊസൈറ്റിക്കാ. അഡ്കോ എന്ന് പറയുന്ന സൊസൈറ്റിക്കാ. അഡ്കോ എന്ന് പറയുന്ന സൊസൈറ്റി ഫർണിച്ചർ ഉണ്ടാക്കുന്ന കമ്പനിയാ, സോളാർ ഉണ്ടാക്കുന്ന കമ്പനിയല്ല. സോളാർ വേലി പണിയുമ്പോ ഡയറക്റ്റ് ഒട്ടനവധി സോളാർ കമ്പനികളുള്ള ഈ നാട്ടിൽ മരപ്പണിക്കാരനല്ല ടെൻഡർ കൊടുക്കേണ്ടത്. അത് അഡ്കോ എന്ന കമ്പനിക്കാണ് കൊടുത്തത്. അതിലെ കമ്മീഷൻ പറ്റിയ ആളുകളുടെ പേര് ഞാൻ പിന്നെ പറയാം, അതിനുള്ള അവസരം പിന്നെ വിനിയോഗിക്കുകയാണെങ്കിൽ. അഴിമതിക്കാരെ തൊഴിലുറപ്പിന്റെ പിടിക്കുക. അതുപോലെ പഴയന്നൂർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും കൂടുതൽ സമയം നമ്മൾ എടുത്തിട്ടാണ് ഈ ഒരു ചർച്ച ഇവിടെ നടത്തിയത്. 1.5 മണിക്കൂറിലധികം ചർച്ച നമ്മൾ ചെയ്തു. എല്ലാ സമസ്ത മേഖലയെ പറ്റിയിട്ടും നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ജനാധിപത്യത്തിൽ അഭിപ്രായങ്ങളാണ്, സംവാദങ്ങളാണ് ജനാധിപത്യത്തെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ ജനപ്രതിനിധികൾക്കും എല്ലാ പാർട്ടി പ്രവർത്തകർക്കും ചേലക്കര പ്രസ് ക്ലബിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. തദ്ദേശം 2025 ഈ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം നമുക്ക് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സംവാദവുമായി നമുക്കിനി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.